ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI/ML അല്ലെങ്കിൽ ഡാറ്റ സയൻസ്. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അതാണ് നമ്മൾ ആദ്യമേ ഇന്ന് അന്വേഷിക്കാൻ നോക്കുന്നത്. കാരണം ഇതിങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015-ലും 2020-ലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെഷീൻ ലേണിങ്ങിനെ വിമർശം അഥവാ ക്രിട്ടീക്ക് ചെയ്ത് ഞാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ഒരു സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനിയിൽ മെഷീൻ ലേണിംഗ് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ആക്ഷേപം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അവരുടെ സ്ട്രാറ്റജിക് ഡാറ്റ ഔട്ട്സോഴ്സ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ കിട്ടില്ല. അപ്പൊ പിന്നെ ഇനി അതേമാതിരി തന്നെ ഒരു മെഷീൻ ലേണിംഗ് എൻഗേജ്മെന്റ്സ് കോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു സർവീസസ് പെർസ്പെക്റ്റീവില് സ്റ്റാഫ് ഓഗ് ചെയ്യാൻ പറ്റും, പക്ഷെ കോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് പറ്റില്ല എന്നല്ല, ബട്ട് ഹി ഹാസ് ടു അണ്ടർഗോ ഓർ അൺലേൺ സം ഓഫ് ദി സ്റ്റഫ് ഇൻ ഓർഡർ ടു ഡു ഇറ്റ്. പിന്നെ ഈ മെഷീൻ ലേണിംഗ് ചെയ്യുന്നവരുടെ മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻസ്, ഞാൻ പണ്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനും ഫിനാൻസിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാത്തമാറ്റിക്സിനെ കുറിച്ചൊരു ധാരണയുണ്ട്. എന്തോരം മാത്തമാറ്റിക്സ് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അണ്ടർ എക്യുപ്ഡ് ആണ്. ഇനി അത് മാത്രമല്ല, എല്ലാവരും ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടാവുന്നില്ല ആ സമയത്ത്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. .NET ഉണ്ട്, ജാവ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ആംഗുലാർ, റിയാക്ട് ചെയ്യാം, പിന്നെ C++, അങ്ങനെ പല കരിയർ ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഇൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ബിക്കോസ് സ്കൈകിറ്റ് ലേണും ടെൻസർഫ്ലോയും പൈടോർച്ചൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് മെഷീൻ ലേണിംഗിലോട്ട് ചാടി ഇറങ്ങുന്നതിനാണ് ചെയ്തത്. അപ്പോ ഐ തോട്ട് ദാറ്റ് ഒക്കെ ചെയ്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അൽഗോരിതം എന്നുള്ളൊരു പുസ്തകം എൻ്റെ കയ്യിലേക്ക് വരാൻ ഇടവന്നു. അപ്പൊ മാസ്റ്റർ അൽഗോരിതം പുസ്തകം എൻ്റെ മുന്നിലോട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ ലേണിംഗ് ഫീൽഡിനെ യൂണിഫൈ ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഏകദേശം പിന്നെ കോവിഡ് വന്നവരെ ഐ വാസ് ക്രിട്ടിക്കൽ അബൌട്ട് വൈ പ്രോഗ്രാമേഴ്സ് ഷുഡ് ചൂസ് മെഷീൻ ലേണിംഗ്. അപ്പോ ഇന്ന് ഈ ചർച്ച എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ എന്താ പറയാ, ഇപ്പൊ എന്റെയും ശരത്തിന്റെയും എക്സ് കൊളീഗ് ആയിട്ടുള്ള ഹരികൃഷ്ണൻ വന്നിട്ടുണ്ട്. അപ്പോ ഹി ഹാസ് ആക്ച്വലി ജോയിൻ ഫ്രം മിച്ചിഗൻ. അപ്പൊ പുള്ളി മിച്ചിഗൻ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുകയാണ്. ആൻഡ് ഹിസ് ഫീൽഡ് ഈസ് ആക്ച്വലി മെഷീൻ ലേണിംഗ്. അപ്പോ ഹീസ് യുണീക്ലി ക്വാളിഫൈഡ് ടു ക്രിട്ടീക്ക് ഓർ ഈവൻ ക്രിട്ടീക്ക് മീ, ബിക്കോസ് സോഫ്റ്റ്വെയർ സർവീസസ് ഇൻഡസ്ട്രിയിൽ പിന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ടും പിൽക്കാലത്ത് ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടും ഇപ്പൊ ഒരു റിസർച്ചർ ആയിട്ടും മെഷീൻ ലേണിംഗ് ആയിട്ട്, അതും ഹെൽത്ത് കെയർ പോലെയുള്ള സെൻസിറ്റീവ് ഇത് ചെയ്യുമ്പോൾ ഹി മൈറ്റ് ബി നോയിങ് ഓക്കെ എന്താണ് ഒരു മെഷീൻ ലേണിംഗ് AI/ML പ്രൊഫഷണൽ, എന്തൊക്കെ പഠിച്ചാലാണ്, എന്തൊക്കെ പഠിക്കാൻ പറ്റും. ഇനി ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആവാൻ ചിലപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. കാരണം ഡാറ്റ സ്ക്രേപ്പിങ്ങും പിന്നെ ഡാറ്റ ക്ലെൻസിങ്ങും ഇമ്പ്യൂട്ടേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു എന്താ പറയാ, ഇപ്പം ഒരു ബിസിനസ് പ്രോബ്ലം ആണെങ്കിൽ ആ ബിസിനസ് ആയിട്ടുള്ള ഫീച്ചർ എഞ്ചിനീയറിംഗ് ചെയ്യണമെങ്കിലും അങ്ങനത്തെ ഡാറ്റ സെലക്ട് ചെയ്യാനൊക്കെ കുറെ കാര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ അതൊന്നും പെട്ടെന്ന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡാനിയൽ കനേമാന്റെ വർക്ക് ഉണ്ട്. പിന്നെ അത് കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞ പേപ്പർ തന്നെ ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനൊപ്പം. അപ്പൊ അങ്ങനെ ഒരു സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് സോ I still believe that okay, whatever I thought in 2015, it is true even after one decade. That machine learning, എന്താ പറയാ, a programmer since he knows programming and if he studies some mathematics, കുറച്ച് visualization ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ he will be a useful person in a machine learning project for sure, or he can work in a machine learning powered system. But can he work in the core area എന്നുള്ളതാണ് ഈ ചർച്ചാ വിഷയം. അപ്പോ before I get into Hari, okay, Sarath knows okay a lot of things about okay what was going on back then. പക്ഷെ ഇന്ന് കുറച്ചും കൂടി മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ അവയർനെസ് ഉണ്ട്. മേ ബി 10 years ഒക്കെ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂടി നമ്മൾ ഫാക്ടറിങ് ചെയ്യണം. 10 years is a long time. അപ്പോ ശരത്, ബിഫോർ
Hari speaks on this subject, you can add something, and Lal as well. And before I, okay, over to you, sir. സാറേ ഇത് അതായത് പണ്ടത്തെ ആർഗ്യുമെന്റ്സ്, അതായത് ഈ റാഷണലി സിസ്റ്റംസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അതായത് സപ്പോസ് ടു ബി. Okay. അപ്പൊ അതിൽ നിന്ന് ഒരു പ്രോബ്ലമിസ്റ്റിക് തിങ്കിങ്ങിലോട്ട് മൂവ് ചെയ്യുന്നതാണ് അവിടുത്തെ ഫണ്ടമെന്റൽ ഷിഫ്റ്റ് വരുന്നത്. ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്, പറഞ്ഞോളൂ. അപ്പൊ അത് കംഫർട്ടബിൾ അല്ല. നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് സിസ്റ്റംസ് ഡെലിവർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നെ എനിക്കൊക്കെ ഉള്ള വേറൊരു ബയാസ് എന്താണെന്ന് വെച്ചാൽ വാല്യൂ ചെയിനിന് കോറിലോട്ട് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു ആംഗിളും ഉണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ കോറിലോട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഓർ ബിസിനസ്, സോഫ്റ്റ്വെയർ ഡ്രിവൺ ബിസിനസ് സിസ്റ്റംസ് ആയാലും, അതായത് ഇപ്പൊ മൈക്രോസോഫ്റ്റ് പോലത്തെ കോർ ടെക്നോളജിക്കൽ അങ്ങനെ ആവണമെന്നില്ല. അതായത് സോഫ്റ്റ്വെയർ വെച്ച് തന്നെ റവന്യൂ ജനറേഷൻ സ്ട്രീം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മനസ്സിലായി, അതായത് ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ ടെനറ്റ്സും അതിനെ ചുറ്റിപ്പറ്റി വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആണ് വിശ്വസിക്കുന്നത്, അല്ലെ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ മെഷീൻ ലേണിംഗില് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു കാര്യമുണ്ട് ശരത്ത്, ഇപ്പൊ രണ്ട് ഇഷ്യൂ ഇത് ചെയ്തു. ഒന്ന്, ഒരു തിങ്കിങ്ങിലുള്ള പാരാഡിം ഷിഫ്റ്റ്. രണ്ട്, പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ. അതായത് മെഷീൻ ലേണിംഗിനെ കുറിച്ച് അറിയാത്തവരാണ് മെഷീൻ ലേണിംഗ് പ്രോജക്ട് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഡാറ്റയിൽ പാറ്റേൺ ഉണ്ടെന്നോ, ഇനി ഇപ്പൊ ഈ റൈറ്റ് ഡാറ്റ ഉണ്ടെന്നോ, ഇനി എന്താ പറയാ, ഒരു കൺവെൻഷണൽ അൽഗോരിതം ഉള്ള സ്ഥലത്താണോ ഇത് ഉപയോഗിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാവില്ല. അതല്ല ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. ഓക്കെ, അതായത് ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അപ്പൊ അല്ല, ആ ഒരു സാഹചര്യത്തിലാണ് ഈ മെഷീൻ ലേണിംഗ് ഒരു ആക്റ്റീവ് പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സാറിന്റെ ആർഗ്യുമെന്റിന് ഒരു റാഷണൽ ആർഗ്യുമെന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലല്ല, അവിടെ ഒരു ടേം ഉപയോഗിച്ചു. അതായത് ഒരു ഓക്സിലറി ക്വാളിഫിക്കേഷൻ ആയിട്ട് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പ്രൈമറി ആക്കുന്നതിലാണ് ഒരു ഡിഫറൻസ് ഓഫ് ഞാനും അത് തന്നെ പറഞ്ഞിരുന്നത്. അതായത് മെഷീൻ ലേണിംഗ് വിൽ മേക്ക് യു എ ബെറ്റർ പ്രോഗ്രാമർ എന്നുള്ളതിന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. Perhaps you will appreciate programming much better. But machine learning ഒരു പ്രൈമറി സ്കിൽസ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് വേണം. അതാണ് ഉദ്ദേശിച്ചത്, അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അല്ല, അതിലിപ്പോ ഹരീനെ വിളിച്ചു വരുത്തിട്ട് നമ്മൾ ഹരീനെ അപമാനിക്കണ പോലെ അല്ലേ ആവരുത്. അപ്പൊ ഞാൻ ഹരി ബെറ്റർ പൊസിഷൻഡ് ആണ്, സാർ നേരത്തെ പറഞ്ഞല്ലോ. കാരണം ഈ ഒരു സ്പെസിഫിക് ഡൊമൈൻ കിട്ടിയിട്ടുണ്ട്, അതിലാണ് മെഷീൻ ലേണിംഗ് ഫോക്കസ്ഡ് റിസർച്ച് നടക്കുന്നത്. അപ്പൊ അവിടെ വാല്യൂ ചെയിന്റെ സെന്ററിൽ സ്വയം പ്ലേസ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ളതാണ് ഹരിയുടെ കോണ്ടെക്സ്റ്റിൽ ഞാൻ കാണുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറയട്ടെ, ഞാൻ അവിടെ എടുത്തു പറഞ്ഞു ഇന്ത്യൻ സോഫ്റ്റ്വെയർ സർവീസസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ബാംഗ്ലൂർ ഒരു ബേസിയൻ എക്സ്പ്ലനേറ്ററി ആയിട്ട് ഒരു കോൺഫറൻസ് കണ്ടു. ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ വേൾഡിലെ എക്സ്പ്ലനേറ്ററി, ഇപ്പൊ ബേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ബേസിയൻ മെഷീൻ ലേണിംഗ് ചെയ്യുന്ന ആൾക്കാരും അവരുടെ ശിഷ്യന്മാരെ അവിടെ പ്രസന്റ് ചെയ്തതുപോലെയുള്ളൂ, ഈവൺ ഇൻ ബാംഗ്ലൂർ. ഇവിടെ കിട്ടിയ. അപ്പൊ ഇപ്പൊ വേറെയും കുറെ ചലഞ്ച് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഹരിയിലേക്ക് പാസ് ചെയ്യണേക്ക് മുമ്പ് ശരത്ത് പറഞ്ഞ രണ്ട് കാര്യം ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഒന്ന്, പ്രോഗ്രാമിംഗ് ഒരു ഡിഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ഉണ്ടാവും, പിന്നെ എന്താ പറയാ, ഒരു പ്രോഗ്രാം ഉണ്ടാവും, ഒരു ഡാറ്റ ഉണ്ടാവും, ഡാറ്റ പ്രോഗ്രാം വിൽ റൺ ഓൺ ഡാറ്റ ആൻഡ് പ്രൊഡ്യൂസ് ദി ഔട്ട്പുട്ട്. ഇന്ന സ്ഥലത്ത് മെഷീൻ ലേണിംഗ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് നടക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കുറെ ഇൻപുട്ട് ഉണ്ട്, കുറെ വെൽ നോൺ ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ അതിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗസ്സിങ് അവിടെ നടക്കുന്നത്. അപ്പോ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി പ്രോഗ്രാമിംഗ് ഡിഡക്റ്റീവ് ആണെങ്കിൽ, ടെസ്റ്റിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഡക്റ്റീവ് ആണെങ്കിൽ, മെഷീൻ ലേണിംഗ് ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അതായത് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യു place lot of hypothesis and then find the most plausible one and then you reason around it. അപ്പൊ ആ ഷിഫ്റ്റ് പെട്ടെന്ന് നടത്താൻ വേണ്ടി പറ്റണമെന്നില്ല. പിന്നെ നെക്സ്റ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
നമ്മൾ മെഷീൻ ലേണിംഗിൽ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഡാറ്റയിൽ സ്ക്യൂവേജ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഓക്കെ ഹരി, സോ യു ക്യാൻ ആക്ച്വലി സ്പീക്ക് അബൌട്ട്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിംഗ് ആയില്ലേ, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ മറ്റേ ഈ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ കാര്യം പറയാം. അപ്പൊ ഞാൻ മറ്റേ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ ഞാൻ 1-2 സൊല്യൂഷൻ ചെയ്തിരുന്നു. അപ്പൊ അതിലിങ്ങനെ കുറച്ച് ഇങ്ങനെ മെഷീൻ ലേണിംഗ് ആൽഗോറിതംസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോ എന്ന് വെച്ചാൽ ഈ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാൻ നല്ല പ്രോസസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യും, എന്നിട്ട് പിന്നെ ബെറ്റർ ആക്കും. പിന്നെ നമ്പേഴ്സ് ഇങ്ങനെ 90, 100 അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ആൾക്കാർ കൺവിൻസ്ഡ് ആവും, ഇങ്ങനെ എക്സൈറ്റഡ് ആവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഈ റിസർച്ചിലേക്കൊക്കെ കിടന്നപ്പോഴത്തേക്കും ഈ എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയി സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ റിലേറ്റഡ് ആയ പേപ്പേഴ്സ് അത് ഇതൊക്കെ അനലൈസ് ചെയ്ത് ഏകദേശം എക്സ്പെക്ടേഷൻസ് ഒക്കെ റിയലിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്കൊക്കെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ കൂടുതലാവുകയാണെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ ക്ലോസ് ടു ഇറ്റ് വിത്ത് സം അതർ ബെനിഫിറ്റ്സ്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഈസിയാണ് ഇങ്ങനെ ഈ റിസർച്ച് ഇതിലൊക്കെ. പക്ഷെ ഇങ്ങനെ അല്ലാത്ത സെറ്റിങ്ങിൽ കുറച്ചും കൂടെ പാടാണ്. ഇതേപോലെ എക്സ്പെക്ടേഷൻ ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും ആൾക്കാർക്ക്. ഓക്കെ, അതാണ് നമ്പർ 1. പിന്നെ വേറെ ഒബ്സർവേഷൻ? പിന്നെ ഈ സോഫ്റ്റ്വെയർ ഡിഡക്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇതിലും പ്രോസസ് ഉണ്ട്. ഈ മെഷീൻ ലേണിംഗ് ആൽഗോറിതംസ് ചെയ്യുകയാണെങ്കിലും അപ്പൊ ഞാൻ മെയിനായിട്ട് ഈ കമ്പ്യൂട്ടർ വിഷനിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റേ മെഡിക്കൽ ഇമേജസിന്റെ മുകളിൽ. അപ്പൊ അതിലും നമ്മളിങ്ങനെ പ്രോസസ്സ് സെറ്റ് ചെയ്യും, എന്തൊക്കെയാണ് മറ്റേ ഇമേജിന് ചെയ്യേണ്ടത്, പിന്നെ ഈ റിസൾട്ട്സ് വരുന്നതിനനുസരിച്ച് എന്ത് ട്വീക്ക് ചെയ്താലാണ് ബെറ്റർ ആവുക. അപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ തിങ്ക് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഈ പ്രോസസ്സ് ഫൈൻ ട്യൂൺ ചെയ്യാനും കുറച്ച് ബെറ്റർ റിസൾട്ട്സ് എങ്ങനെ കിട്ടാന്ന് അറിയാനായിട്ട് കുറച്ച് ഈ ഡിഡക്റ്റീവ് റീസണിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലല്ല, അതെനിക്ക് മനസ്സിലായി. അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൺസ് ഒരു ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യാനല്ലേ, നിങ്ങളുടെ ഫെൻസ് സെറ്റ് ചെയ്യാനല്ലേ അത് വേണ്ടി വരിക. അതായത് വൺസ് നിങ്ങൾ അതിന്റെ ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നിങ്ങൾ CNN ആണോ ഉപയോഗിക്കുന്നത്, മറ്റേ അതേ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക്സാ, ഈ ഇമേജസ് രണ്ടും ഉപയോഗിക്കാറുണ്ട് ആണോ? അപ്പൊ എനിക്ക് ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇതില്ല. ഇപ്പൊ ശരിക്കും CNN കേസിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫിൽറ്റേഴ്സ് ഐഡന്റിഫൈ ആൻഡ് ട്വീക്ക് ചെയ്യല്ല ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഡാറ്റ പ്രീ പ്രോസസിങ് സ്റ്റേജില്. അതെ. നിങ്ങൾ എങ്ങനെയാ മറ്റേ പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് വെച്ചിട്ടാണോ ചെയ്യുന്നത്, അതെയോ? അതെ, മിക്കവാറും പ്രീ ട്രെയിൻ നെറ്റ്വർക്ക് വെച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ വല്ല ആർക്കിടെക്ചറിൽ ചേഞ്ച് ആവുകയാണെങ്കിൽ, യൂസ് ചെയ്യാൻ പറ്റാതെ ആവുകയാണെങ്കിൽ പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ്ങിന് വിട്ട് ട്രെയിൻ ചെയ്യും. അല്ലല്ല, ഇപ്പൊ ഞാൻ അതിനെ ഒരു മോഡൽ എന്നുള്ള ലെവലിലാണ് ഇൻഡക്റ്റീവ് എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ അതില് ഇപ്പൊ എവിടെ കൊളാബറേഷൻ ഉണ്ടോ അവിടെ ഒരു ഡിഡക്റ്റീവ് പ്രോസസ് ഉണ്ടാവണം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഡിഡക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അതിന്റെ ഇപ്പൊ ദ വേ യു ഷുഡ് തിങ്ക് അബൌട്ട്, എന്താ പറയാ, വാട്ട് യു ആർ സപ്പോസ് ടു ഡു. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ O(n)² താഴെ, അല്ല O(n)log(n) താഴെ നിങ്ങൾ സോർട്ട് ചെയ്താൽ അത് ലോവർ ബൗണ്ട് കടക്കുമല്ലോ. മനസ്സിലായില്ലേ? അതേമാതിരി തന്നെ O(n)² മുകളിൽ ഒരു സോർട്ടിങ് അൽഗോരിതം പോകേണ്ട കാര്യം, അപ്പർ ബൗണ്ട് ഇത് തന്നെ. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു പേപ്പർ ആണെങ്കിലും, അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലോ മെഷീൻ ലേണിങ്ങിന് അധികം പരിജ്ഞാനം ഇല്ലാത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തും പറയാം. മറ്റേതാകുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഷറബിൾ ആയിട്ടുള്ള ആൾറെഡി ഒരു ഊഹം ഉണ്ടാവില്ലേ. അതായത് ഒരു ഇൻക്രിമെന്റൽ അഡ്വാൻറ്റേജ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. മറ്റേ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഒക്കെ പുതിയ മോഡൽസിൽ ഉണ്ടായെന്നൊക്കെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ഹരി?
അത് ആക്ച്വലി എന്താണ് ഈ മെഡിക്കലിലൊക്കെ ആയതുകൊണ്ട് അത്ര റിസർച്ച് ഒക്കെ കുറവാണ്. എന്നുവെച്ചാൽ റിസർച്ച് ഉണ്ട്, പക്ഷെ ഇത്തിരി കൂടി ഡിഫിക്കൽട്ട് ആണ്. കാരണം ഈ ഡാറ്റ അക്വയർ ചെയ്യണം. പിന്നെ ഈ ചില സ്റ്റഡി ആണെങ്കിൽ ഈ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ പേഷ്യൻസിനെയൊക്കെ ഈ സ്റ്റഡിക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് അവരുടെ ഡേറ്റ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ എടുക്കണം. അങ്ങനെ കുറെ റിക്വയർമെന്റ് ഉണ്ട്. പിന്നെ അപ്രൂവ്ഡ് സ്റ്റഡി ആണെങ്കിൽ അതിന് അപ്രൂവൽ ഒക്കെ വേണ്ടി വരും. അപ്പൊ അതേപോലെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഈ ഡേറ്റ ആക്സസും ഇതിൽ ചെയ്യാനുള്ള ഇങ്ങനെ റിസർച്ച് ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഒത്തിരി കുറവാണ്, എസ്പെഷ്യലി ഈ AI ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഉണ്ട്, എന്നാലും ബാക്കി ഏരിയാസ് കുറച്ചും കൂടെ ആക്സസബിൾ ആണ്, ഇത് കുറച്ചും കൂടെ കുറവാണ്. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന റിസർച്ച് ഈ നീ എക്സ്റേയുടെ ഒക്കെ റിസർച്ച് അധികം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോ അപ്പൊ എന്ത് പറഞ്ഞു വന്നത് ഞാൻ മറന്നുപോയി. അല്ലല്ല അപ്പൊ അല്ല, ഇത് മറ്റേ സിഗ്നിഫിക്കന്റ്, അതായത് നേരത്തെ നീ മറ്റേ ബെഞ്ച് മാർക്കിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ? അതെ. അപ്പൊ ഉം. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പൊ ഇതില് ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ഇതേപോലത്തെ ഏരിയയിലുള്ള വേറെ റിസർച്ച് നോക്കുകയാണെങ്കിൽ അതില് വേറെ ടൈപ്പ് ഡേറ്റ സെറ്റും വേറെ സംഭവങ്ങളായിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ നല്ലപോലെ ഇമ്പ്രൂവ്മെന്റ് വരും. ഈ ഇങ്ങനെ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്? അല്ലല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള അതുപോലെ. അപ്പോൾ എന്താണ് ഇപ്പൊ സെയിം സാധനത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക മാത്രമല്ല, ഇപ്പൊ വേറെ ഡൊമൈനിലേക്ക് ആൾക്കാർക്ക് ഇതിനെ എടുത്ത് പ്ലേസ് ചെയ്യാനും പറ്റും, വേറെ പ്രോബ്ലമിലേക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ 2012 ശരിക്കും ഈ ഡീപ് ലേണിംഗിൽ ഒരു ബ്രേക്ക് ത്രൂ വരുന്നത്, അതായത് ഓഡിയോയില്. പിന്നെ ഇപ്പൊ CNN ഒക്കെ 90s ഉണ്ടെങ്കിലും CNN ഒക്കെ ഒരു വയബിൾ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പ്രോസസിംഗ് പവർ ഒക്കെ വന്നപ്പോഴേക്കും NVIDIA GPU ഒക്കെ 3 ക്രിട്ടിക്കൽ മാസ് എത്തേണ്ടി വന്നല്ലോ. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഈ ഓപ്പൺ CV എന്ന് പറഞ്ഞൊരു ഒരു ഇമേജ് പ്രോസസിംഗ് ടൂൾ കിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് പ്രീ പ്രോസസിങ്ങിനോ അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ സോബൽ ഫിൽട്ടർ, അങ്ങനെ കുറെ വിൻഡോ ഫിൽട്ടർ, പിന്നെ പോയിന്റ് പ്രോസസിംഗ് ഫിൽട്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഇമേജ് ആണോ ഈ ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് ഫീഡ് ചെയ്യണേ, അതെയോ റോ ഇമേജ് ആണോ? അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു അധികം പ്രീ പ്രോസസ് ഒന്നും ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സ്പ്ലെയിനബിൾ AI ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന മെഡിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താണ് ഞങ്ങൾ റേഡിയോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ എക്സ്റേസ് ഒക്കെ മുകളിലാണ് ആൽഗോറിതംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതില് എന്താണ് അവർക്ക് കൺവിൻസിങ് ആവണം മോഡൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇതില് ഈ എക്സ്പ്ലെയിനബിൾ AI ടൂൾസ് ഒക്കെ ഉണ്ട്. ഈ ഗ്രാഡ് ക്യാം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ആക്ടിവേഷൻ മാപ്പ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതേപോലെ അപ്പൊ നമ്മൾ ആദ്യം ഒരു ഇമേജ് എടുത്ത് ട്രൈ ചെയ്യും. എന്നിട്ട് അതിന്റെ റിസൾട്ട്സ് ഒക്കെ നോക്കിയിട്ട് ഈ എക്സ്പ്ലെയിനബിൾ AI ഒക്കെ വെച്ച് അതിനെ അനലൈസ് ചെയ്ത് എന്താണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടതെന്ന് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ് വിത്ത് റോ ഇമേജ് പറ്റുന്നില്ലെങ്കിൽ ഈ എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ഒക്കെ നോക്കും. പിന്നെ അത് എൻഹാൻസ് ചെയ്തിട്ട് ചെയ്യും. അല്ലെങ്കിൽ ചില പ്രോബ്ലം ആണെങ്കിൽ നേരത്തെ അറിയാൻ പറ്റും എൻഹാൻസ് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല ഇങ്ങനെ ലിറ്ററേച്ചർ അതൊക്കെ വെച്ച്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രീ പ്രോസസ് ചെയ്തിട്ട് എന്താണ് ട്രൈ. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ശരിക്കും ഈ സിഗ്നൽസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റേയും ഇൻഫ്രാറെഡും ഒക്കെ ഒരുതരം പ്ലോട്ടിംഗ് ആണല്ലോ നടക്കുന്നത്, കളർ കോഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത് അവര്, മറ്റേ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ അല്ലെ, അങ്ങനെയല്ലേ ആ ഇമേജസും കേട്ടത്? ഓക്കെ. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു 10 കൊല്ലം മുമ്പ്, 8 കൊല്ലം മുമ്പ് ഈ ഫസ്റ്റ് ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യണത് എല്ലാവരും MNISTന്റെ ഡാറ്റാബേസ് ആണ്. ഓക്കെ. അപ്പൊ മറ്റേ ഞാൻ ലെക്കോണൊക്കെ ഉണ്ടാക്കിയതാണ്, ഫേസ്ബുക്കിൽ റിസർച്ച് സയന്റിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയൊരു ഡാറ്റ സെറ്റ് ആണ്. അപ്പൊ അതിലെ 28x28 പിക്സൽസ്, അതായത് 784 പിക്സൽസിന്റെ ഒരു ലീനിയർ അറേയാണ് നെറ്റ്വർക്കിലോട്ട് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ
ഇപ്പൊ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് CNN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ റോ ഫുട്ടേജ് അല്ലെങ്കിൽ ഇപ്പൊ ചില കേസിൽ ഈ പ്രീ പ്രോസസിങ് ടൂൾ കിറ്റ്സ് വെച്ചിട്ട് പ്രീ പ്രോസസ് ചെയ്ത ഇമേജ് അതിന്റെ കീ ഫീച്ചേഴ്സ് മറ്റേ എന്താ പറയാ ഡ്രോപ്പ് ഔട്ട് അങ്ങനെ പല ടെക്നിക്സ് ചെയ്ത് അവസാനം അതൊരു ലീനിയർ ഇൻപുട്ട് ആക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് കറക്റ്റ് ആണോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഫിൽട്ടർ ലെയറും സോഫ്റ്റ് മാക്സ് ലെയറും തമ്മിലുള്ള, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംനിസ്റ്റ് ഫുൾ സോഫ്റ്റ് മാക്സ് ആണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ സാധനം വരുമ്പോ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മുകളില് ഇപ്പൊ ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ ആണ് അത് നിങ്ങൾക്ക് തരുന്നത്, ഇന്നവേ കോസേഷൻ തരുന്നില്ല. അപ്പൊ എക്സ്പ്ലനേറ്ററി ആയി വേണമെങ്കിൽ കോസേഷൻ വരണം. അപ്പൊ നിങ്ങൾ എന്തോ ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞു, എന്തോ മാപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ എക്സ്പ്ലൈനബിൾ AI എന്നുള്ള സാധനം ഇമേജ് പ്രോസസ്സിംഗിന്റെ ഉള്ള ഒരു ലാർജ് ബോഡി ഓഫ് ലിറ്ററേച്ചർ ആൾറെഡി ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇതില് ഈ CNN എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഈ എന്താണ് ഈ സഫിസ്റ്റിക്കേറ്റഡ് വേ ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ അതിൽ ചെയ്യുന്നത് ഈ ഇമേജിൽ നിന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ആ ഫീച്ചേഴ്സ് നമ്മൾ പിന്നെ അത് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് സാധാരണ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് മൾട്ടി ലെയർ പ്രോസസ്സർ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് സോഫ്റ്റ് മാക്സ് ആക്ടിവേഷൻ ആണ്. നമ്മളൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യും, എന്നിട്ട് സോഫ്റ്റ് മാക്സ് വെച്ചിട്ട് അങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ CNN-ലൊക്കെ നടക്കുന്നത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. ട്രാൻസ്ഫോമേഴ്സിൽ നടക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ അതിൽ ഇങ്ങനെ ഈ എന്താണ് 16x16 അതിനൊരു പേപ്പർ ഉണ്ട്, മറ്റേ ഈ ഇമേജസ് വർത്ത് 16x16 വേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ എന്താണ് അതിന് പല സ്ലൈസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ട്രാൻസ്ഫോമറിൽ എന്താണ് ഫീഡ് ചെയ്ത് പിന്നെ കുറച്ച് ആർക്കിടെക്ചർ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ ബേസിക്കലി ഇത് എന്താണ് വേറെ വേറെ വേ ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണ് CNN വേഴ്സസ് ട്രാൻസ്ഫോമർ ആയാലും. അപ്പൊ ചിലതില് എന്താണ് ഈ ഗ്ലോബൽ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ ഈ CNN-ല് അധികം ഗ്ലോബൽ ഫീച്ചർ അത്ര ക്യാപ്ചർ ആവില്ല. ഇങ്ങനെ ഈ എന്താണ് ലോക്കൽ ഡിപ്പെൻഡൻസീസ് ആണ് അധികവും ഈസി ആയിട്ട് ക്യാപ്ചർ ആവുക. ട്രാൻസ്ഫോമേഴ്സിൽ എന്താണ് ചില ആർക്കിടെക്ചറിലൊക്കെ ഈ ഗ്ലോബൽ ലോങ് റേഞ്ച് ഡിപ്പെൻഡൻസീസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ അനുസരിച്ച് നമ്മൾ വേറെ വേറെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇമേജിൽ നിന്ന് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ആ എക്സ്ട്രാക്ട് ചെയ്ത ഫീച്ചേഴ്സ് വെച്ചിട്ട് വേറെ ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ആൽഗോരിതം വെച്ച് നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം നിതിൻ വർഗീസ് എന്ന പുള്ളിയുണ്ട്. പുള്ളി കുറച്ച് പുള്ളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോ ഇപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ബേസ്ഡ് ഇമേജ് മോഡൽസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ബേസ്ഡ് ഇമേജ് മോഡൽസും CNN ഇമേജ് മോഡൽസും നോക്കുമ്പോൾ കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസ് കുറവ് CNN ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതിന്റെ നെറ്റ്വർക്കിന്റെ നേച്ചർ, ചില അറ്റൻഷന്റെ ഡെപ്ത് ആണല്ലോ ഈ ഗ്ലോബൽ എലിമിനേഷൻ ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, മറ്റേനത് ഉണ്ടാവില്ല. സ്പേഷ്യൽ അല്ലേ ഉള്ളൂ, ടൈം ഇല്ലല്ലോ. അപ്പൊ ലൊക്കാലിറ്റി ഉണ്ടാവും. അല്ല, എനിക്ക് ഇമേജ് അനലിറ്റിക്സിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഇമേജ് സിന്തസിസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അതില് ഇപ്പൊ ഈ നമ്മള് OpenGL ഡയറക്ട് 3Dയുടെ ഒക്കെ കേസിലെ നമ്മൾ ഈ കാണിക്കുന്ന ഇലിമിനേഷൻ മോഡൽസ് ഒക്കെ ലോക്കൽ ഇലിമിനേഷൻ മോഡൽസാണ്. ഇപ്പൊ ഗുറോ ഷെയ്ഡിങ് ആണെങ്കിലും മറ്റേ ഫോങ് ഷെയ്ഡിങ് ആണെങ്കിലും മറ്റേ പിന്നെ ഫ്ലാറ്റ് ഷെയ്ഡിങ് ആണെങ്കിലും. അതായത് ഫ്ലാറ്റ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ പെർ പോളിഗൺ ബേസിസിൽ, പെർ വെർട്ടെക്സ് ബേസിസിലാണ് ഗുറോ ഷെയ്ഡിങ് വർക്ക് ചെയ്യുന്നത്, പെർ പിക്സൽ ബേസിസിൽ ഇത് വർക്ക് ചെയ്തത്. പിന്നെ അതിന്റെ മുകളിൽ മറ്റേ ഫേക്ക് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് പണ്ട് ചെയ്തത്. അപ്പൊ ഗ്ലോബൽ എലിമിനേഷൻ വേണമെങ്കിൽ ഫോട്ടോൺ റെൻഡറിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനം ചെയ്യണമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ കമ്പ്യൂട്ടേഷൻ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞാനിപ്പോ നിങ്ങളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ആ ടേം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അതാണ് എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കണ വേണ്ടത് വെച്ചാൽ ഇപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് ഇപ്പൊ പോപ്പുലർ ആയ സ്ഥിതിക്ക് ഈ ലോ ഓഫ് പാഴ്സിമണി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക്
ഇപ്പൊ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒരു കാര്യം തീർക്കാം, കത്തി വെച്ചിട്ട് ഒരു കാര്യം തീർക്കാം. ആ ബ്ലേഡ് വെച്ച് പറ്റുമെങ്കിൽ ബ്ലേഡ് ആ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണോ CNN ഇപ്പോഴും പോപ്പുലർ ആവുന്നത്? അതെയോ ഈ ലോക്കൽ ഫീച്ചേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് CNN ആണോ ബെറ്റർ മോഡൽ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ വൈ സമ്മൺ ഷുഡ് ആക്ച്വലി സ്വിച്ച് ഫ്രം CNN ടു ദിസ് തിങ്, ഓർ ഈസ് CNN ഇനഫ് ഫോർ മോസ്റ്റ് ടാസ്ക്? എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ? അത് ഈ ടാസ്ക് അനുസരിച്ചിരിക്കും. എന്താണ് ചിലതില് CNN ആയിരിക്കും ബെറ്റർ, ചിലതില് ചില പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും ബെറ്റർ. പിന്നെ അതിങ്ങനെ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ്, അപ്പോൾ അത് ഇല്ലെങ്കിൽ പിന്നെ മറ്റേ ട്രൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതേപോലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരിക്കും. പിന്നെ എക്സ്പെരിമെന്റൽ ആണ്. കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഈ തിയറിയും എന്താണ് പാസ് റിസൾട്ട്സ്, പിന്നെ ഇതിന്റെ ഈ ആർക്കിടെക്ചറിന്റെ ബെനിഫിറ്റ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ നാരോ ഡൗൺ ചെയ്തിട്ട് ഓപ്ഷൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൽ ബെറ്റർ വർക്കിങ്ങിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ടോക്ക് കാണാറ്, ആൻഡ്രേ അലക്സാണ്ടർ സ്കൂൾ എന്ന് പറഞ്ഞ ആള്. അപ്പൊ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് ലാക്ക് ഓഫ് ഓപ്ഷൻസ് അല്ല, 5 ഓപ്ഷൻ ഉണ്ട്, ചിലപ്പോൾ 2 ഓപ്ഷനിലെ ടൈമേ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർ ഏതായിരിക്കും ചൂസ് ചെയ്യുക? മനസ്സിലായ? അതെ. അപ്പൊ അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പത്തെ കമ്പനിയിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയപ്പോ ക്ലിക്ക് ഹൗസ് കമ്പൈൽ ചെയ്യണം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് മൊഡ്യൂൾസ് എനിക്ക് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓരോ ഓപ്ഷനിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂർ പോകും. ഒരു ദിവസം നമുക്ക് അത്രല്ലേ പറ്റുള്ളൂ. അപ്പൊ ലാസ്റ്റ് എന്ത് പറ്റിയെന്ന് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ആ പ്രോബ്ലം വരാറുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഏകദേശം നമുക്ക് മറ്റേ ഈ എന്താണ് ഇപ്പൊ ഇങ്ങനെ അക്കാഡമിക് റിസർച്ച് ആണെങ്കിൽ ഒരുവിധം അറിയാൻ പറ്റും ഏകദേശം എന്തൊക്കെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഈ ലേറ്റർ റിസർച്ചിൽ ബെസ്റ്റ് സാധനം വെച്ച് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് പിന്നെ അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിനെ മാറ്റി എന്താണ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നോക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഉള്ള റിസർച്ചിൽ സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിനെ ഫൈൻ ട്യൂൺ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസി ആയിട്ട് കിട്ടും ഇങ്ങനെ അക്കാഡമിക് റിസർച്ചിലൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ അത്രയും ഇങ്ങനെ ഡിഫിക്കൽട്ട് ചെയ്യേണ്ടി. അതായത് ഇപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇരുന്ന ഒരാള് സൈലോസിൽ ഇരുന്നോ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച് ചെയ്യുമ്പോൾ പല ടാസിറ്റ് ഇൻഫർമേഷൻ ആയിട്ട് ഉണ്ടാവില്ല. ഒരു യൂണിവേഴ്സിറ്റി റിസർച്ച് സെറ്റിംഗില് ആൾറെഡി ഒരു എയറിലുണ്ടാവുമല്ലേ കുറെ നോഷൻസും മറ്റേതൊക്കെ. അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് പറഞ്ഞ അതാണോ അല്ലേ? പിന്നെ അതുകൊണ്ട് നമ്മൾ പിന്നെ സയന്റിഫിക് ലിറ്ററേച്ചർ അപ്പൊ നമ്മൾ നോക്കുന്ന ഡൊമൈനിൽ നല്ല പേപ്പേഴ്സ് അതൊക്കെ ആദ്യം റെഫർ ചെയ്യും. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നോഷൻ ഉണ്ടാവും, ഇങ്ങനെ വേറെ ലാബിൽ ഇപ്പൊ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സ്, പിന്നെ അവരുമായിട്ട് ഇന്ററാക്ഷൻ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അപ്പൊ നമ്മൾ കാണും ഇങ്ങനെ പല പ്രോബ്ലം അവരെങ്ങനെയായിരിക്കും സോൾവ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെറിയൊരു ഐഡിയ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു എയറിലുള്ള ഇങ്ങനെ നോഷനും ഉണ്ടാവും എങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ ഈ സ്പെസിഫിക് ഡൊമൈനിൽ മറ്റേ കോൺഫറൻസസ് ഒക്കെ ഇല്ലേ, അവിടെ പോയിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ട്? അപ്പൊ എയർലൻഡ് നോളജ് അല്ല, അപ്പൊ ഞാൻ വേറൊരു കാര്യം ഇന്ന് ഹരിയായിട്ട് ഇപ്പൊ സംസാരിച്ചപ്പോ ഒന്നാണ്. ഇപ്പൊ CNN ഉണ്ട്, ഇപ്പൊ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. അത് ട്രാൻസ്ഫോമർ തന്നെ പല അറ്റൻഷൻ ഉള്ളതും പല പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യാം. അപ്പൊ ഈ എൻസെമ്പിൾ മോഡൽസ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗിലുള്ള മാതിരി തന്നെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അതായത് മൾട്ടിപ്പിൾ പൈപ്പ് ലൈനിലൂടെയൊക്കെ കടത്തിവിട്ട് ചെയ്യാണോ, അതെയോ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വൺ സിംഗിൾ നെറ്റ്വർക്ക് ആണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? അത് ഇങ്ങനെ ഡിപ്പെൻസ് ആണ്. അപ്പൊ ചിലതില് എന്താണ് ആദ്യം വല്ല യൂണിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെഗ്മെന്റേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ആയിരിക്കും മറ്റു ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ഒക്കെ. പിന്നെ അധികം എൻസാമ്പിൾ മോഡൽസ് എനിക്കറിയില്ല, മറ്റേ ഇങ്ങനെ പബ്ലിഷ് പേപ്പറുകളിൽ അതിലൊക്കെ ഇങ്ങനെ കുറവാണ്. അധികം ഈ എൻസാമ്പിൾ മോഡൽസ് ഓവർലി കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊക്കെ എന്താണ് ഈ കേകളുടെ കോമ്പറ്റീഷൻസിൽ അതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്താലും ഇങ്ങനെ ചെറിയ രീതിയിൽ റിസൾട്ട്സ് ഒന്ന് മറ്റേ എന്താണ് പെർഫോമൻസ് കൂടുകയാണെങ്കിൽ
അങ്ങനെയായിരിക്കും ചെയ്യുക. പക്ഷെ ഇപ്പൊ നമ്മൾ ഓവർലി കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് അതൊക്കെ ആണെങ്കിൽ അതിന്റെ എക്സ്പ്ലെയിനബിലിറ്റി, പിന്നെ അത് എന്തിനാണ് ഇത്ര കോംപ്ലക്സ് ആക്കി, അതിന്റെ ബെനിഫിറ്റ് എങ്ങനെയാ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് റീസൺ ചെയ്യണം എന്തുകൊണ്ടാണ് ഈ ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് നല്ലത് നമുക്ക് മറ്റേ പേപ്പറിൽ സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓവർലി കോംപ്ലക്സ് ആക്കിയാലും ഈ അക്കാഡമിക് റിസർച്ചിലൊക്കെ അങ്ങനെ അധികം ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അധികം ഇതേപോലത്തെ കോമ്പറ്റീഷൻസിലും അതിലൊക്കെയാണ് അധികം ഓവർലി മനസ്സിലായി. കോംപ്ലിക്കേറ്റഡ് അതായത് ആയിട്ട് റിപ്പീറ്റബിൾ യൂസ് ചെയ്യുന്നത്. ആവണമെന്നില്ല അല്ലെ, നെറ്റ്വർക്ക് കോംപ്ലിക്കേറ്റഡ് ആവുമ്പോ. അതായത് ഇപ്പൊ കാഗിളിന്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഒരു സ്പാനിൽ അതിന്റെ ഒരു പർട്ടിക്കുലർ സാധനത്തിന് വരുമ്പോ പെർഹാപ്സ് ആ ഡാറ്റ സെറ്റിനോട് ഓർഫിറ്റിംഗ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ലേ സൂക്ഷിച്ചില്ലെങ്കിൽ. അതെ 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 അതെ. അപ്പൊ ഇങ്ങനെ ജനറലൈസബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ്. മറ്റേത് ഈ കാഗിളിന്റെ ഒക്കെ ജനറലൈസബിൾ ഒന്നും ആവില്ല. അത് ഇങ്ങനെ അതിന് മാത്രമായിരിക്കും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് ഇങ്ങനെ ടോപ്പ് പെർഫോമൻസ് ഒക്കെ ഉള്ള സംഭവങ്ങൾ. അല്ല, ഞാൻ ഒരു പറഞ്ഞു കാര്യം പറഞ്ഞു ചോദിച്ചോട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രാഡ് ക്യാം ട്രാൻസ്ഫോമേഴ്സിൽ വർക്ക് ചെയ്യോ? ഗ്രാഡ് ക്യാം അതിന് മറ്റേ അറ്റൻഷൻ മാപ്പ് ഉണ്ട്. ഇതില് എന്താ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ മറ്റേ എന്താണ് പൂളിംഗ് ലെയർ ഫ്ലാറ്റൻ ചെയ്തിട്ട് അത് വിത്ത് റെസ്പെക്ട് ടു എന്താണ് നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ചിട്ട് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്ലാസ് ആക്ടിവേഷൻ മാപ്പ് പ്ലോട്ട് ചെയ്യും. അപ്പൊ അതില് എങ്ങനെ ഏത് റീജിയനിലാണ് കൂടുതൽ ആക്ടിവേഷൻ ഇമ്പോർട്ടൻസ് എടുക്കുന്നതെന്ന് അതിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഏരിയ ആയിരിക്കും അതിന്റെ നോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ഫോക്കസ് ഈ പ്രഡിക്ഷൻ നടത്താനായിട്ട്. അപ്പൊ അതേപോലെ തന്നെ അറ്റൻഷൻ മാപ്പ് ഉണ്ട്. അപ്പൊ അറ്റൻഷൻ മാപ്പ് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാഡ് ക്യാം ഇമേജ് പോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിന് കിട്ടും. അതല്ല, അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൈടോർച്ച്, ടെൻസർഫ്ലോ, അപ്പൊ അങ്ങനത്തെ പാക്കേജസിൽ ഇപ്പൊ ലേനെറ്റ്, അലക്സ്നെറ്റ് അങ്ങനത്തെ പ്രീ ട്രെയിൻ നെറ്റ്വർക്ക്സ് ഓടിക്കാം. ഇനിയിപ്പോ ലാമ അങ്ങനെ പല നെറ്റ്വർക്ക്സും നമുക്ക് ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലാവുമ്പോ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ട്വീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അത് റിസർച്ചേഴ്സ് ആണോ ചെയ്യണേ, അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉണ്ടോ? അതെങ്ങനെയാ ചെയ്യണേ? നെറ്റ്വർക്ക് ആർക്കിടെക്ചേഴ്സ് ട്വീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് വേറെ റിസർച്ചേഴ്സ് ഉണ്ടോ? അല്ല, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഇതൊക്കെ അത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ലേയേഴ്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റം ലേയേഴ്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ലെയർ ഒക്കെ മറ്റേ പൈടോർച്ച് അതിൽ നിന്നൊക്കെ കിട്ടും. അത് ജസ്റ്റ് ഇങ്ങനെ എന്താണ് അത് അധികം പ്രോബ്ലം ഇല്ല ഇങ്ങനെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സോറി പറഞ്ഞു. നെറ്റ്വർക്ക്സ് ഒക്കെ യൂഷ്വലി എല്ലാവരും ഇങ്ങനെ ട്വീക്ക് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ദൂരെ നോക്കും, ഇപ്പൊ എന്റെ വീട്ടിലെ പി സിയിലൊക്കെ ഇരുന്നൊരു സാധനം ഒരു 1000 ഇമേജ് വരുമ്പോൾ തന്നെ ടൈം പോകുമല്ലോ. അപ്പോ ഈ നെറ്റ്വർക്കിനെ കുറെ ടൂൾസും ഉണ്ട്. അപ്പൊ ഇതേപോലെ കസ്റ്റം ടൂൾസ് അവിടെ ഉണ്ടാവുമോ? അതായത് ഇങ്ങനെ നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്ത് സൂം ചെയ്ത് കാണാനും മറ്റേ സ്പെസിഫിക് ലെയർ ട്രാൻസ്ഫറിൽ എന്ത് കടന്നു അത് പ്ലോട്ട് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയില്? ഉണ്ട്. അത് ചെയ്യാൻ പറ്റും. മറ്റേ അല്ല, CNN ചെയ്യാൻ പറ്റും. നമുക്ക് പല ലെയറിലെ ഫീച്ചേഴ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യാനൊക്കെ പറ്റും. ഈ ഇമേജിൽ നടത്തുന്ന അനാലിസിസ് കുറച്ചും കൂടെ ഇൻറ്റ്യൂട്ടീവ് ആണ്. കാരണം അതിൽ ഇമേജ് ഉണ്ട്. അപ്പോ നമുക്ക് ഇമേജിന്റെ പല ട്രാൻസ്ഫോർമേഷൻ അതിന്റെ ഇടയിൽ നെറ്റ്വർക്കിൽ നടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഔട്ട്പുട്ടിനെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പൊ മറ്റേ അല്ലാണ്ടുള്ള ഇങ്ങനെ ടാബുലർ ഡേറ്റ ആണെന്നൊക്കെ വെച്ചാലും അതിനും ഇപ്പൊ ഇങ്ങനെ എക്സ്പ്ലെയിനബിൾ AI ടൂൾസ് ഉണ്ട്. ഇപ്പൊ മറ്റേ ഈ ലൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് മറ്റേ ഈ സാധാരണ ക്ലാസിക് മെഷീൻ ലേണിംഗ് അൽഗോറിതംസിലാണെങ്കിലും ചിലതിലൊക്കെ മറ്റേ ഈ ഫീച്ചർ ഇമ്പോർട്ടൻസ് മാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതായത് അപ്പൊ കുറെ ടാസിക് ടൂൾസ് ഉണ്ടല്ലേ, അതായത് ഇൻസൈഡേഴ്സിന് അറിയാവുന്ന അല്ലെ, വിച്ച് മോസ്റ്റ് പീപ്പിൾ ഔട്ട്സൈഡ് ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് ഇപ്പൊ ചെയ്യുമ്പോ പണ്ടസ് യു ആർ ഇൻ എ ലാബ് ഓർ സം കൈൻഡ് ഓഫ് എ പ്ലേസ് വെയർ മെഷീൻ ലേണിംഗ് ഈസ് ദി പ്രൈമറി ആക്ടിവിറ്റി. എല്ലാത്ത ഒരാള് പുറത്തുനിന്ന് നോക്കുമ്പോ
അയാൾക്ക് കുറച്ച് വെൽ നോൺ ടൂൾസും പിന്നെ ഈ നെറ്റ്വർക്ക് പൊളിച്ചൊക്കെ നോക്കണമെങ്കിൽ അയാൾ തന്നെ എഴുതേണ്ടി വരൂലേ? ആ അപ്പൊ ആ ഒരു ഇത് തന്നെ. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു $1 million ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, യു ഡിഡ് ബിടെക് ഹിയർ. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 4-5 കൊല്ലം വർക്ക് ചെയ്തു. 4 കൊല്ലം എത്ര കൊല്ലം വർക്ക് ചെയ്തേ? 4. 3 കൊല്ലം വർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴ്സിന് പോയി. അപ്പൊ കോഴ്സിന് പോയപ്പോ ആ മാത്തമാറ്റിക്കൽ ഷിഫ്റ്റ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? അത് അതെയോ ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ, ഇപ്പൊ ഫസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ തന്നെ മാത്തമാറ്റിക്സ് സൈഡിൽ പഠിക്കുമായിരുന്നു? അതായത് അതിന് വല്ല ഇപ്പൊ NPTEL കോഴ്സോ അങ്ങനെ എടുത്തിട്ട് പഠിക്കുമായിരുന്നോ? അതെയോ അവിടെ ഇപ്പൊ ആ കോഴ്സിനൊപ്പം പഠിച്ചോ, പിന്നെ അത് കഴിഞ്ഞിട്ട് TA ആയപ്പോ എന്തൊക്കെയാണ് ഷിഫ്റ്റ് ഉണ്ടായത്, അത് കഴിഞ്ഞിട്ട് പിന്നെ റിസർച്ച് ചെയ്തപ്പോ എന്തൊക്കെ ഷിഫ്റ്റ് ഉണ്ടായത്, അതൊന്ന് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ മറ്റേ ബിടെക്കിന് പഠിച്ചപ്പോ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലായിരുന്നു പഠിച്ചത്, ഇലക്ട്രിക്കൽ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ടും അങ്ങനെയൊക്കെ പഠിച്ചതാണ്. ഈ ബിഗ് ഡേറ്റയുടെ കുറച്ചൊരു കോഴ്സ് മാത്രമേ പഠിച്ചുള്ളായിരുന്നു, പക്ഷെ ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം സോഫ്റ്റ്വെയർ ആയിരുന്നു, അതിൽ 1-2 കുറച്ചൊക്കെയാണ് മെഷീൻ ലേണിംഗ് അതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനീഷ്യലി ശരത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് ചെയ്തു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അധികം ഡേറ്റ എഞ്ചിനീയറിംഗ് സൈഡിലേക്കാണ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തോണ്ടല്ലേ? NGയുടെ ഒക്കെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തോണ്ടോ? NGയുടെ പ്രോജക്റ്റിൽ ചെയ്തിരുന്നു. പിന്നെ അതേപോലത്തെ ഒരു വേറെ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിലൊക്കെ അധികം ഡേറ്റ എഞ്ചിനീയറിംഗ് ആയിരുന്നു, അതിൽ ഇങ്ങനെ മെഷീൻ ലേണിംഗ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ കുറവായിരുന്നു. അപ്പൊ പിന്നെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നു. അപ്പോഴും എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് വായിക്കാൻ, മനസ്സിലാക്കുക, ഈ പ്രോബ്ലമിസ്റ്റിക് സംഭവങ്ങൾ. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൊട്ടേഷൻസ് എല്ലാത്തിലും വേറെ വേറെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ രീതിയിലായിരിക്കും ഈ പ്രോബിലിറ്റിയുടെ ആയാലും വേറെ അതൊക്കെ. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു മാത്തമാറ്റിക്സ് ഒക്കെ മനസ്സിലാക്കാൻ. പക്ഷെ ഇങ്ങനെ കോഴ്സസ് ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ടൈം ആയപ്പോഴത്തേക്കും അത് ഇങ്ങനെ സെറ്റായി. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ എന്താണ് ഈ തിയറി ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഏകദേശം ഒരു ഇൻഡ്യൂഷൻ ഒക്കെ വന്നു എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ ഇതിപ്പോ TA സ്റ്റേജിലാണോ പറയുന്നത്, കോഴ്സിൽ പഠിക്കുമ്പോ തന്നെയാണ്? ഞാൻ കോഴ്സിൽ പഠിച്ച് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ TA ആയി. അപ്പൊ ഈ ടിഎയില് പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഇത് ചെയ്തല്ലേ? അല്ല, ഈ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വർക്ക് ഇല്ല ആക്ച്വലി. ഇങ്ങനെ അസൈൻമെന്റ്സിൽ ഹെൽപ്പ് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അല്ല, അപ്പൊ നിങ്ങൾക്ക് ആക്സസ് കിട്ടില്ലേ? പ്രൊഫസറിന്റെ ആക്സസ് കിട്ടില്ലേ? അപ്പൊ ചോദിച്ചു മനസ്സിലാക്കാനൊക്കെ പറ്റില്ലേ? അല്ലെങ്കിൽ അതർ TAസും ഒക്കെ തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ലേ? അതർ TAs ഞാൻ പഠിപ്പിച്ചതിലൊക്കെ മാക്സിമം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു TA. അപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിലിങ്ങനെ ഒരു കോഴ്സിൽ 30-40 ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം ഈ ഗ്രാജുവേറ്റ് ലെവൽ. അണ്ടർ ഗ്രാഡ് ലെവലിലാണ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ മാസ്റ്റേഴ്സ് അല്ലേ? അതെ അതെ. അപ്പോ എന്താണ് ഈ TA ആയപ്പോ മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഈ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അപ്പൊ അതിലായിരുന്നു TA ആയത്. അപ്പൊ ഈ ഹെൽത്ത് ഇൻഫർമാറ്റിക്സിൽ അത് ഇന്റർ ഡിസിപ്ലിനറി. അപ്പൊ അതില് മിക്ക ആൾക്കാർ പല ബാക്ക്ഗ്രൗണ്ടാണ്. ചില ഇങ്ങനെ ഡെന്റിസ്റ്റ്, ഡോക്ടർമാര്, പിന്നെ എന്താണ് ഈ ഫാർമസിസ്റ്റ്, അങ്ങനെ ഫാർമാക്കോളജി അല്ല ഫാർമാക്കോസ് അങ്ങനെ എന്തൊക്കെയോ, M.Pharm, B.Pharm അങ്ങനത്തെ കോഴ്സ്. പിന്നെ അതേപോലെ ഇങ്ങനെ വൈഡർ ആൾക്കാരായിരുന്നു. പിന്നെ ഈ പിന്നെ ഇങ്ങനെ ഈ മറ്റേ ആർമിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഡോക്ടർമാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പൊ ഭയങ്കര വൈഡർ ഓഡിയൻസ് ആയിരുന്നു. അപ്പൊ അവർക്കും ഈ പ്രോഗ്രാമിങ് എന്താണ് മെഷീൻ ലേണിംഗ് ഒന്നും വലിയ പിടിയില്ല. അപ്പോ അങ്ങനെ കുറെ ആൾക്കാര് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ ബെറ്റർ ആയി. അങ്ങനെയൊക്കെ തന്നെ. അല്ല, അപ്പൊ ടൂൾസ് ഓഫ് ട്രേഡ് എന്താണ്? ഇപ്പൊ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ അവർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പൈത്തൺ ഉള്ളൂ മാക്സിമം. അല്ലാത്ത കോഴ്സസിൽ വേറെ ഉണ്ട്, പക്ഷെ ഈ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ അധികം പൈത്തൺ ആണ്, കാരണം അതാണ് ഈസിയർ.
അല്ല അപ്പൊ പൈത്തൺ എന്ന് ഇതില് പറയുമ്പോ പൈത്തൺ പ്ലസ് ടെൻസർ ഫ്ലോ ആണോ, പൈടോർച്ച് ആണോ, തിയാനോ ഏതാ? അതൊക്കെ അത് ഡിസൈഡ് ചെയ്യാം അവർക്ക് തന്നെ. ആണോ? അപ്പൊ ഇപ്പൊ ഹരി അതിലാ ഇപ്പൊ നോക്കുന്നേ? അത് അങ്ങനെയില്ല, അതിങ്ങനെ ഓരോന്നനുസരിച്ച് ഇങ്ങനെ മാറും. അപ്പൊ ചിലപ്പോ അല്ല അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അല്ല ഞാൻ ചോദിച്ചാൽ കേറസ് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെ ടെൻസർ ഫ്ലോ കേറസ് ആണോ? ആ അതാണ് അറിയാൻ വേണ്ടി. ഞാൻ ടെൻസർഫ്ലോ കേരാസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഇതില് ഈ ഹഗ്ഗിങ് ഫേസിന്റെ കുറച്ച് പ്രീ ട്രെയിൻ മോഡൽസിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട്സ് കിട്ടി. അപ്പൊ പിന്നെ ഓ പൈടോർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് ഫ്ലെക്സിബിൾ. അത് ആക്ച്വലി അത്ര പ്രശ്നമില്ല, അത് കുറച്ചും കൂടി ഈസിയർ ആണ്. അപ്പൊ നമ്മള് പക്ഷെ ഈ മറ്റേ ഡീബഗ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനും പിന്നെ ഒക്കെയാണ് കുറച്ചിങ്ങനെ പാടുള്ളൂ. അപ്പൊ നമ്മൾ യൂസ് ടു ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാവും ചിലതിൽ. ചിലതിൽ ഇത്തിരി പാടായിരിക്കും, പക്ഷെ മിക്കത് ഇപ്പൊ ഇങ്ങനെ ഈസിയാണ് യൂസ് ചെയ്യാൻ ഈ ലൈബ്രറീസ് ഒക്കെ. അല്ല അത്യാവശ്യം അപ്പൊ ഇങ്ങനെ സോഫ്റ്റ്വെയർ കുറച്ചൊക്കെ അറിയെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ സോറി ഫോർ ദ ഇന്ററപ്ഷൻ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഹഗ്ഗിങ് ഫേസിന്റെ മോഡല് അതിപ്പോ ഏതാ, PMML അങ്ങനെ ഏതെങ്കിലും ഫോർമാറ്റിലാണോ, അത് അവരുടെ പ്രൊപ്പറേറ്ററി ഫോർമാറ്റ് മറ്റേ പൈടോർച്ചിന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണോ? ഈ ഹഗ്ഗിങ് ഫേസിന്റെ മോഡൽസ് ഒക്കെ ആക്ച്വലി പൈടോർച്ചിലാണ്. ഈ ഹഗ്ഗിങ് ഫേസ് ലൈബ്രറിയിൽ എന്താണ് അവര് പൈടോർച്ചിലാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് ഈ മോഡൽ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഹഗ്ഗിങ് ഫേസിന്റെ ലൈബ്രറി വെച്ചിട്ട് അത് ഫയൽ ഡൗൺലോഡ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അത് ആ മോഡല് എന്റെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡൗൺലോഡ് ആയിട്ട് നമുക്ക് യൂസ് അതായത് ചെയ്യാൻ പറ്റും. മറ്റേ പൈടോർച്ചിന് അറിയാം അല്ലെ, അത് URL വെച്ചിട്ട് വലിച്ചെടുക്കും അല്ലേ നമ്മൾ? അല്ല, അതിന്റെ ഹഗ്ഗിങ് ഫേസിന്റെ ലൈബ്രറി ഉണ്ട്. ഹഗ്ഗിങ് ഫേസിന്റെ ലൈബ്രറിയിൽ പൈടോർച്ചിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതായത് ഇപ്പൊ ഈ പൈടോർച്ചിന്റെ പൈടോർച്ച് wrapper ആണ്. അപ്പൊ പൈടോർച്ച് നമ്മൾ ഇൻഡിപെൻഡന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യണോ, അതോ ഹഗ്ഗിങ് ഫേസിന്റെ ലൈബ്രറിയുടെ കൂടെ കിട്ടും? അപ്പൊ നമ്മൾ ആസിറ്റീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പ്രീ ട്രെയിൻ മോഡൽ വെച്ച് പ്രൊഡിക്ഷൻ മാത്രമാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും, അധികം പൈടോർച്ചിലൊന്നും ചെയ്യണ്ട. പക്ഷെ നമ്മൾ അധികം ഇങ്ങനെ വല്ല മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ഇങ്ങനെ ബേസ് ലെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യും പ്രീ ട്രെയിൻ മോഡൽ. അല്ല ഇതിപ്പോ നിങ്ങളിപ്പോ ട്രെയിൻ ചെയ്യുമ്പോ അല്ലേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഡിപ്ലോയ് നോക്കാൻ വേണ്ടി വേറെ ഏരിയ ഒക്കെ ഉണ്ടോ, അതെയോ നിങ്ങള്? ഉണ്ട്. അപ്പൊ നമ്മുടെ സെർവർ ഒക്കെ ഉണ്ട്, അപ്പൊ അതില് ഡിപ്ലോയ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടോ, മറ്റേ MLOps മാതിരി ഒരു പൈപ്പ് ലൈൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ഇങ്ങനെ ഞങ്ങളുടെ ഞാനിപ്പോ ചെയ്യുന്ന റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറ്റേ ഹെൻറി ഫോർഡ് ഹെൽത്ത് സിസ്റ്റംസ് ഉണ്ട്, നമ്മുടെ ഫോർഡിന്റെ ഹെൽത്ത് കെയറിന്റെ ആണ്. അപ്പൊ അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റായിട്ട് കൊളാബറേഷനിലായിരുന്നു. അപ്പൊ നമ്മള് ഈ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അത് അവർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തോളും. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വേണ്ടി അവരുടെ റിസർച്ചാ നടത്തി കൊടുക്കണം അല്ലെ, അതായത് ഇന്ന അതെ ഫൈൻഡിങ്സ് അതെ ഉണ്ട്, റെസിപ്പി കൊടുക്കും നിങ്ങൾ അല്ലെ, അപ്പൊ അവരത്. അതെ അതെ. ഓക്കെ പിന്നെ അവർക്കും പിന്നെ മറ്റേ ഈ റിസർച്ചിൽ എക്സലൻസ് കാണിക്കേണ്ടി വരും, മറ്റേ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ. ഓക്കെ. അപ്പൊ അപ്പൊ അവരുടെ സെർവർ ഫാം ഉണ്ട്, നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്? ഇല്ല. അപ്പൊ നമ്മള് ഈ മോഡലിന് വെയിറ്റ് FTP ചെയ്തൊക്കെ അയച്ചു ഉണ്ടാവുമല്ലേ? കൊടുത്ത് എന്താണ് അപ്പൊ പറ അവര് നിങ്ങളിപ്പോ ഒരു മോഡൽ ഉണ്ടാക്കി, അതെങ്ങനെ നിങ്ങൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? എങ്ങനെയാ? വെറുതെ FTP ഇട്ട് കൊടുക്കുമോ? എന്നിട്ട് അത് FTP ഇട്ട് കൊടുക്കും, എന്നിട്ട് അവരത് ഡൗൺലോഡ് ചെയ്ത് എടുത്തോളും. എന്നിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ജസ്റ്റ് അതിന്റെ ഒരു നോട്ട്ബുക്ക് കൊടുത്ത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ മനസ്സിലായാൽ പിന്നെ അവർ ബാക്കി അവിടെ ചെയ്തു. പിന്നെ ഇത് ഡയറക്ട്ലി ഇത് അത്ര ഈസി അല്ല ആക്ച്വലി. ഇത് അങ്ങനെ അത്ര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്ട്ലി എല്ലാ കസ്റ്റമേഴ്സിന്റെയും അതിനെന്തൊക്കെയോ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് അപ്രൂവൽ അതൊക്കെ വേണ്ടി വരും. ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ ആകുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു അക്കാഡമിക് റിസർച്ച് ആയിട്ടാണ് ചെയ്യുന്നത്, അത് ഫ്യൂച്ചറിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യായിരിക്കും. അതായത് ഇതിപ്പോ ശരിക്കും പറഞ്ഞൊരു ഇൻഫർമേഷൻ കിട്ടാനാണല്ലേ, അത് കഴിഞ്ഞിട്ട് അത് ആക്ച്വൽ ഒരു പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വളരെയേറെ ഗവൺമെന്റ് റെഗുലേഷൻ FDA ഒക്കെ കാര്യങ്ങൾ കടക്കേണ്ടി വരും അല്ലേ? അത് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല, പക്ഷെ
എന്തൊക്കെയോ ഉണ്ട്, ഇങ്ങനെ അപ്രൂവലോ അതൊക്കെ ഉണ്ടാവും. അല്ല അപ്പൊ ഞാൻ വേറെ അറിഞ്ഞോട്ടെ, ഇപ്പൊ ഈ ഇവിടുന്ന് തന്നെ ഡീപ് ലേണിംഗ് നോക്കിയിട്ട് പോയിരുന്നോ, അതെയോ മറ്റേ ക്ലാസിക്കൽ ലേണിംഗ് ആണോ നോക്കിയിരുന്നത്? ഞാൻ ഡീപ്പ് ലേണിംഗ് ഇവിടെ ഒന്നാണ് നോക്കിയത് ആക്ച്വലി. ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് ആയിരുന്നു അപ്പോൾ അധികം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ NGD ഒക്കെ ഏതായിരുന്നു, ജാവയിലാണോ അത്? മറ്റേ ഈ അതെ അതെ. ഏതാ ഇത് ഉപയോഗിച്ചാ, MLib ഉപയോഗിച്ചാ? ML ഇപ്പോൾ ഉപയോഗിച്ചത്. അത് ഏതൊക്കെ മോഡൽസ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? NGDയിൽ ഞാൻ അങ്ങനെ എന്താണ് അധികം ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അവർക്ക് എന്തൊക്കെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അവർക്ക് സ്പാർക്ക് വേറെ തന്നെ ഉണ്ടായിരുന്നോണ്ട് ചോദിച്ചാണ്ടോ ഞാൻ. അപ്പൊ ഞങ്ങളുടെ സ്പാർക്കിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് സ്പാർക്കാണ് യൂസ് ചെയ്തത്. എന്താണ് ജാവയിലാണ് ചെയ്തത്. അപ്പൊ അതിൽ കുറച്ച് അൽഗോറിതംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണം മറ്റേ ഈ എന്താണ് സിഗ്നൽസിന്റെ ട്രയലാട്രേഷൻ ആയിരുന്നു, മറ്റേ ഇൻഡോർ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഈ സെൻസർ ഡേറ്റ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ യൂസർ നിൽക്കുക, സ്റ്റാൻഡിങ്, സിറ്റിങ്, അങ്ങനത്തെ പോസ്റ്റർ, പിന്നെ എന്താണ് ഫോൾ ഡിറ്റക്ഷൻ, അങ്ങനെ കുറെ അൽഗോറിതംസ് ഉണ്ടായിരുന്നു അതിന്റെ. അപ്പൊ ഞാനേ വേറെ അറിഞ്ഞോട്ടെ, ഇപ്പൊ ഇമേജ് പ്രോസസ്സിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം, പിന്നെ മറ്റേ ഇത് നമ്മുടെ വേവ്ലെറ്റ്, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം, ഇങ്ങനത്തെ കുറെ മറ്റേ സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ മാത്ത് ലാബ് വെച്ചിട്ടോ എങ്ങനെയാ നിങ്ങളത് ചെയ്തു നോക്കുന്നത്? ഇല്ല, മാത്ത് ലാബ് ഒന്നുമില്ല. അത്ര പ്രോസസ്സിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഉള്ള പ്രീ പ്രോസസ്സിംഗും ഇമേജ് പ്രിപ്പറേഷൻ ഒക്കെ ഓപ്പൺ CV ഒക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ ഓക്കെ, മനസ്സിലായി. അതായത് ശരി, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ റിസർച്ച് കുറച്ചുകൂടി ഒരു എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആണല്ലേ ഇന്നവേ, അതായത് എഞ്ചിനീയറിംഗ് ഇൻസൈറ്റ് അല്ലേ? അതെ അതെ. ഈ സാർ ചോദിച്ച ക്വസ്റ്റ്യന്റെ റിലവൻസ് എവിടെയാ വരുന്നത്? അതായത് മറ്റേ ഈ സിഗ്നൽസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ കേട്ടോ? അതെ അതെ. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഇമേജ് ഡേർട്ടി ആയിരിക്കുമല്ലോ, ലൈറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ മാറുമല്ലോ. അപ്പോ ഇപ്പൊ ചിലപ്പോ എക്സ്റേയുടെ ഒക്കെ ആകുമ്പോ അങ്ങനത്തെ പ്രോബ്ലം ഇല്ല, ഔട്ട്ഡോർ അല്ലല്ലോ, മെഷീൻസിൽ നിന്ന് വരുന്നതാണ്. അപ്പോ ക്ലാസിക്കൽ ഇമേജ് പ്രോസസ്സിങ്ങിന് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ടൈം ഡൊമൈൻ, ഫ്രീക്വൻസി ഡൊമൈൻ, അങ്ങനത്തെ അനാലിസിസ് ഉണ്ടോ നോക്കുന്നത്. മിക്കവാറും മാത്ത് ലാബ് സിമിലിംഗ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യാറ്. ഞാൻ ചോദിച്ചു. ഇല്ല, ഇത് അത്ര ഇല്ല. പക്ഷെ ഈ ലൈറ്റിംഗ് കണ്ടി മറ്റേ ഈ എന്താണ് ഇതിന്റെ ബ്രൈറ്റ്നെസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിന് ഈ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഹിസ്റ്റോഗ്രാം കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഒക്കെ എന്താ CLAHE എന്ന് പറഞ്ഞൊരു ആൽഗോറിതം ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഓപ്പൺ CV ഉള്ള ലൈബ്രറീസ് അല്ലെങ്കിൽ അല്ലാണ്ട് പൈത്തൺ ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെയാണ്. മറ്റേ NTSC കൺവേർഷൻ ഒക്കെ ഇല്ലേ, 0.59 into റെഡ് പ്ലസ് 0.33 into കളർ ടു ഗ്രേ സ്കെയിൽ ഒക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അല്ല, കളർ ടു ഗ്രേ സ്കെയിൽ ഒക്കെ ചെയ്യാനായിട്ട് ഈസിയാണ്, ഓപ്പൺ CVയിലൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. എന്നിട്ടാണല്ലോ നമ്മള് മോസ്റ്റ് റൂട്ടീൻസ് ലൈബ്രറി ആയിട്ട് ഉണ്ടാവും ഇപ്പോ. മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും ലൈബ്രറിയിൽ ഉണ്ടാവും. അതല്ല ശരത്ത്, ഇപ്പൊ ഞാൻ നോട്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ, ഇങ്ങനത്തെ ഒരു പ്രമൈസിലോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളില് ആക്സസ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് മറ്റേ എന്തെങ്കിലും ഈ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സോഫ്റ്റ്വെയർ, മനസ്സിലായില്ലേ? അതാ അവിടെയാണ് ഞാൻ ഈ ക്രിട്ടിക്കൽ ആവുന്നത്. വെച്ചാല് ഇപ്പൊ മെഷീൻ ലേണിംഗ്, ഇപ്പൊ ദ വേ ഐ ലുക്ക് അറ്റ് ഇറ്റ്, എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ അത്ര അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് എന്നില്ലെങ്കിലും മാത്തമാറ്റിക്കൽ ലിറ്ററസി കൂടുന്നുള്ളത് ഉറപ്പാണ്. വിച്ച് യു ക്യാൻ ആക്ച്വലി ഹെൽപ്പ്. പിന്നെ ഹരി പറഞ്ഞ ഒരു പോയിന്റ് ഇതാണ്, ആ നൊട്ടേഷൻ ആയിട്ടുള്ള ഭയം പോകും. ഇന്റഗ്രലും സിഗ്മയൊക്കെ കണ്ട പഴയമാതിരി ഓടൂല അല്ലെ ഹരി? പണ്ടാണ് ഈ സിഗ്മ ഡിസ്ക്രീറ്റും മറ്റേത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ ഈ ഇപ്പൊ പ്രോബബിലിസ്റ്റിക് റീസണിങ് ഒക്കെ കൂടിയുണ്ടാവൂലേ ജനറലി? കൂടിയോ? കൂടിയുണ്ടെന്ന് വിചാരിക്കുന്നു. അതല്ലേ. അതല്ല പിന്നെ ഈ
ഇപ്പൊ ലിറ്ററേച്ചർ ഒക്കെ ഈ റിസർച്ച് പേപ്പർ ഒക്കെ വായിച്ചാൽ മനസ്സിലാവും ഏകദേശം. ആ, ഇങ്ങനെ ആദ്യമൊക്കെ അത് പാടായിരുന്നു. അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് അതിന്റെ കറക്റ്റ് കാര്യം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ റിസൾട്ട്സ് അതൊക്കെ കാണാനേ പറ്റുള്ളൂ. അതിന്റെ എന്താണ് കറക്റ്റ് ആയാലും എന്താണ് പറഞ്ഞിരിക്കുന്ന അത് പിന്നെ അപ്ലൈ ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ടാണ് അത് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ മെയിൻ കോൺസെപ്റ്റ്സ് ഒക്കെ. അതെ അതെ അല്ലല്ല അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ റിസർച്ച് അതൊരു ഇപ്പൊ ചിലപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഒരു 4-10 റിസർച്ച് പേപ്പർ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ഫീൽഡിൽ. അതൊരു 10 പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോ 100 വീഡിയോ കാണുന്നേക്കാൾ ഗുണം ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? ആ ലെവല് മറ്റെന്താ പറയാ, ഈ ആ ലെവലിൽ നിന്നായിരിക്കില്ല ചെയ്യുന്നത്. ഇനി ആ പേപ്പറിൽ കാണുന്ന സാധനം പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു മരുങ്ങും വേണം. അല്ലെങ്കിൽ പേപ്പർ വായനയിലോ ഒതുങ്ങും അത്. അപ്പൊ അതെങ്ങനെയാണത്? കാരണം പേപ്പറിൽ അവര് ചെയ്ത ട്രയൽ ആൻഡ് എററോ അതൊന്നും ഉണ്ടാവില്ലല്ലോ. ഐഡിയലൈസ്ഡ് റിസൾട്ട് അല്ലേ അവര് പറയുള്ളൂ. പക്ഷെ ഊഹിക്കാൻ പറ്റുമല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീച്ചറിൽ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇവന്മാർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അത് ഏകദേശം ഊഹിക്കാൻ പറ്റും. പിന്നെ അവരെങ്ങനെ ഈ റിസൾട്ട്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചാലും അതൊക്കെ ഏകദേശം മനസ്സിലാവും. അതല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു മെഷീൻ ലേണിംഗ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴേ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ നിങ്ങള് ഇപ്പോ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സാമ്പിൾ സൈസ്, എന്താണ് നിങ്ങളുടെ സാമ്പിളിംഗ് ക്രൈറ്റീരിയ, എങ്ങനെയാണ് നിങ്ങൾ മറ്റേ സാമ്പിൾ സൈസും സിഗ്നിഫിക്കൻസ് ഒക്കെ എന്തായിരുന്നു പബ്ലിഷ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പബ്ലിഷ് ചെയ്യണം റിസർച്ച്? അതായത് ഫുൾ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യണ്ടേ? കാരണം അത് പബ്ലിഷ് ചെയ്യണം. അപ്പൊ അത് ഇപ്പൊ അവിടെ കുക്ക് ചെയ്ത് അറിയാൻ പറ്റൂലേ, മിക്ക കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യും. അല്ല ഇങ്ങനെ നല്ല പിയർ റിവ്യൂഡ് ജേർണലൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഏകദേശം മറ്റേ റിവ്യൂവേഴ്സിനൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അല്ലാണ്ട് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന റിസർച്ചിൽ കുറെ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിരുന്നു. അപ്പൊ ഈ 2-3 മറ്റേ ഞാൻ അങ്ങനെ പറയല്ല, 2-3 മറ്റേ ഇന്ത്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഓതേഴ്സിന്റെ. അപ്പൊ അതില് ഈ റിസൾട്ട്സിൽ മാനിപ്പുലേഷൻ ഉണ്ട്. അതില് അവര് നല്ലത് വരുന്നത് മാത്രം കാണിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറസി മാത്രം നല്ലപോലെ വന്നു. അപ്പൊ അത് കാണിച്ചു. പിന്നെ എക്സ്പെരിമെന്റ് കറക്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ബാക്കിയുള്ള പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ റിസൾട്ട്സ് ഇങ്ങനെ നല്ലതല്ല. അപ്പൊ അതേപോലെ ഇങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്യും ആൾക്കാർ. അതായത് കുക്കിംഗ് ഉണ്ടെന്ന് അർത്ഥം അല്ലെ? അതായത് മറ്റേ പിയർ റിവ്യൂല് വെള്ളം ചേർക്കും അല്ലെ പബ്ലിഷിങ്ങിന്? അതെ. പക്ഷെ അതെങ്ങനെ എങ്ങനെ പബ്ലിഷ് ആവുന്നതെന്ന് അറിയില്ല. അല്ല അപ്പൊ അവരുടെ ക്രെഡിബിലിറ്റി പോവില്ലേ വൺസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. 2 പേപ്പറോളം അങ്ങനെ കണ്ടുപിടിച്ചു. അത് എങ്ങനെയാണോ അങ്ങനെ വരുന്നത് അറിയില്ല. സോഷ്യൽ സയൻസസിൽ ഈ പ്രോബ്ലം ഉണ്ട് കേട്ടോ. റിപ്പീറ്റബിൾ അല്ല പേപ്പറുകൾ. നാച്ചുറൽ സയൻസില് അല്ല, അതിപ്പോ ഈ ഡീപ് ലേണിംഗിൽ അങ്ങനെ വരാം. കാരണം വെച്ചാൽ ഇതൊരു പക്ക എംപെരിക്കൽ ഫീൽഡായി മാറിയില്ലേ ഇപ്പൊ. അല്ല ഈ മെയിൻ ആയിട്ട് ഈ മെഡിക്കൽ ഡേറ്റ സെറ്റിലൊക്കെ അധികം വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ മറ്റേതിനൊക്കെ സ്റ്റാൻഡേർഡൈസ് ഡേറ്റ സെറ്റ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ മറ്റേ ഇമേജ് നെറ്റ് അത് ഇത്. അപ്പൊ അതില് ഇങ്ങനെ അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്, ക്ലാസിക്കൽ പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡേറ്റ സെറ്റ് വെച്ചുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. എന്താണ് ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും 1-2 പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് അതിന്റെ റിസൾട്ട്സ് എങ്ങനെയായിരിക്കും, അതിന്റെ അതിൽ വല്ല വ്യത്യാസം ഉണ്ടോന്ന്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഡേറ്റയാണ്, അതിങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. ഇതേപോലത്തെ മെഡിക്കൽ ഡേറ്റ സെറ്റ് ഒക്കെയാണ് ഇങ്ങനെ റിസൾട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഇത് കുക്ക് ചെയ്തതാണല്ലേ. അത് പിന്നെ ഇങ്ങനെ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ ചെയ്യില്ല, പക്ഷെ അല്ലാത്തവരൊക്കെ ചെയ്യായിരിക്കും. അതല്ല, ഞാൻ വേറൊരു ഈ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ പ്രോഗ്രാമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ തള്ളി മരിക്കൂലേ?
അതേമാതിരി ഉണ്ടോ മെഷീൻ ലേണിംഗ് റിസർച്ചേഴ്സ് തമ്മിൽ കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു കൂട്ടായ്മയില് എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ അധികം ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനെ ഈ മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ ഉള്ള ഞാൻ കണ്ട ആൾക്കാരിലൊക്കെ. കാരണം ഇങ്ങനെ എല്ലാവരുടെ ഏരിയയിൽ അവരിങ്ങനെ നല്ല നല്ല റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ കൊളാബറേഷൻ ചെയ്യേണ്ടി വരും ഇടയ്ക്കൊക്കെ. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിലാണ് ഉള്ളത്. അത് വിത്തിൻ ദ യൂണിവേഴ്സിറ്റി ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരോ MIT-യിലെ ആൾക്കാരും നിങ്ങളും ഡാറ്റ സയന്റിസ്റ്റ് അവരും ഡാറ്റ സയന്റിസ്റ്റ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്തൊക്കെ പറഞ്ഞാലും പബ്ലിഷ് ചെയ്യാവുന്ന റിസൾട്ട് വി ആർ ഡീലിംഗ് വിത്ത് സ്റ്റോക്കാസ്റ്റിക് പ്രോബ്ലം. 100% ഉള്ള ആക്യുറസി എന്തായാലും ഉണ്ടാവില്ല, 100% ഉണ്ടാവില്ല. സ്റ്റോക്കാസ്റ്റിക് പ്രോബ്ലം ആണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഇതുണ്ടോ, ഒരു പൊളിറ്റിക്സ് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അവസരം വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അവസരം വന്നിട്ടില്ല. അല്ലെ, ഞാനിത് എന്താണ് ഇതിന്റെ ഡൈനാമിക്സ് എന്ന് അറിയാനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. അതൊരു എന്തിലാണ് അവർ പ്രൗഡ് ആവണേ എന്നുള്ളത്. ഈ അതെ മറ്റേ അലക്സ് പെട്രോവിന്റെ ബുക്കിൽ ഡാറ്റാബേസ് എഞ്ചിനീയർ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ പറയാറുണ്ട്. അതായത് മറ്റേ അവര് ഈ എങ്ങനെയാണ് ആസിഡ് ട്രാൻസാക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാചാലരാവണേ എന്ന് പറഞ്ഞിട്ട്. അത് ഓരോ സ്പെസിഫിക് DB-യിലും. അതുണ്ടല്ലോ. ഇപ്പൊ പ്രോഗ്രാമേഴ്സ് ഇപ്പൊ ഉണ്ടാവണമല്ലോ. അപ്പൊ അതാണ് അത് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. മനസ്സിലായോ? മോർ അല്ലല്ല ആൻഡ് മോർ അപ്പൊ അത് കോൺഫറൻസസിൽ പോകുമ്പോൾ അറിയാം. അല്ല അതെന്തായാലും ഉണ്ടാവും. അല്ല നെറ്റ്വർക്കിങ്ങില് അപ്പൊ പറഞ്ഞു അല്ല മറ്റേ പോസ്റ്റ് ഇവന്റ് നെറ്റ്വർക്കിങ്ങിൽ അറിയാം. തീർച്ചയായും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിലാണെങ്കിൽ ഇപ്പൊ ഞാൻ അത് ചെയ്തപ്പോ ഇത് വന്നു, നീ ഇത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാം. ഈവൻ ദോ വി ആർ ഡീലിംഗ് വിത്ത് ദ സെയിം പ്രോബ്ലം. അതായത് ഒരു ഇന്റലക്ച്വൽ ലെവലിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവാമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ആ പൊളിറ്റിക്കൽ ടെറിട്ടറി എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെനിക്ക് വേണേ ഈ മെഷീൻ ലേണിംഗിൽ അത്ര ഉണ്ടാവില്ല, മറ്റേ ഡിറ്റർമിനിസ്റ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന എനിക്ക് വേണം. എന്ത് പറയണം? മെഷീൻ ലേണിംഗിൽ എല്ലാവരും അത്ര കോൺഫിഡന്റ് ആയിരിക്കില്ലെന്നോ എനിക്കറിയില്ല. അങ്ങനെയല്ല, അതായത് ഇത്രയല്ലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മാർജിനൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായാൽ തന്നെ മറ്റേ എന്താ പറയാ, അതെങ്ങനെയാ അതെനിക്കറിയില്ല അതെങ്ങനെയാണ് അത് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ എന്താ പറയാ, പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തായാലും. അപ്പൊ ഇതന്നെ. പിന്നെ അപ്പൊ ഈ ഏതൊക്കെ ഏരിയയിലാണ് ഇനിയിപ്പോ മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളത്? എങ്ങോട്ടാണ്? ഇപ്പൊ ഞാൻ പറയട്ടെ, നൗ യു ആർ ഡൂയിങ് റിസർച്ച്, യു ആർ ഗോയിങ് ടു ഗെറ്റ് PhD, വിൽ വർക്ക്. അപ്പൊ ഈ ഫീൽഡില് എവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ തിങ്കിങ്? അവിടെ എവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് വെച്ചാല് ഏത് What രീതിയിലാണ്? next? What next? എനിക്ക് അക്കാഡമി അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇൻഡസ്ട്രി പോണം. ഇങ്ങനെ ഇൻഡസ്ട്രി പോണെന്നാണ് വിചാരിക്കുന്നത്. അത് ലുക്രേറ്റീവ് ആയതുകൊണ്ടാണോ, അതാണോ നിങ്ങളുടെ ടേസ്റ്റ് എന്നുള്ളത് കൊണ്ടാണോ? അതാണ് എൻ്റെ കുറച്ചും കൂടെ പറ്റുന്ന ടേസ്റ്റ്. ഇവിടെ അക്കാഡമിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസർച്ച് മെയിനായിട്ട് എന്താണ് ഈ PhD-യുടെ ടൈമിൽ, അത് കഴിഞ്ഞിട്ടുള്ള 1-2 years ഇങ്ങനെ കുറച്ച് ടൈമിലേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് അധികം മറ്റേ ഈ ഗ്രാൻഡ് എഴുതുക, അങ്ങനത്തെ പരിപാടികൾ, ഇങ്ങനെ ആൾക്കാരെ മെന്റർ ചെയ്യുക, അതൊക്കെ ഉള്ളൂ. അതായത് മറ്റേ ഇതടിക്കുക, അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തവരെ മാതിരി തന്നെ നിങ്ങളും വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും അല്ലെ, PhD എടുക്കാൻ? അതെ. പിന്നെ ഇത് കുറച്ചും കൂടെ ഇങ്ങനെ എന്താണ്, കുറച്ചും കൂടെ ഇത് കൂടുതലാ, മറ്റേ എഫേർട്ട് ഇങ്ങനെ കൂടുതലാ ഈ എന്താണ് അക്കാഡമിയിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ വേറെ കുറെ ഇങ്ങനെ അഡ്മിൻ വർക്ക്, പിന്നെ എന്താണ് റിസർച്ച്, മെന്ററിങ്, പിന്നെ ടീച്ചിങ്, അതൊക്കെ ഉണ്ടാവും. അതായത് ഹെക്ടിക് ആയിരിക്കും എന്നർത്ഥം അല്ലെ? ഹെക്ടിക് ആയിരിക്കും. മനസ്സിലായി. അതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞേ, ഒരു മരം വെട്ടുകാരന്
ഫിസിക്സ് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു പ്രൊഫസറെ കാണും. മനസ്സിലായല്ലോ? അക്കാഡമിക് ഗ്രാൻഡും അതും PhD. പക്ഷെ വേറെ ഉണ്ട്, ഈ മിക്ക പ്രൊഫസേഴ്സും നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്? മറ്റേ ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ എങ്ങനെയാണ്? ഉണ്ടോ? ഞങ്ങള് ചെയ്യുന്നതാണല്ലോ ഇൻഡസ്ട്രി അക്കാഡമി കൊളാബറേഷൻ. അതെ, അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ പല പ്രൊഫസേഴ്സും റിച്ച് ആവാറുണ്ട്, സ്റ്റാർട്ടപ്പ് ഒക്കെ ഹെൽപ്പ് ചെയ്ത്. ആ പരിപാടി ഉണ്ടോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ആക്ച്വലി ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ഒക്കെ ഉണ്ട് ഈ പ്രൊഫസർമാർക്ക്, അല്ലാണ്ട് അങ്ങനെ റിച്ച് ആയവരുണ്ടോന്നൊന്നും അറിയില്ല. അല്ലല്ലേ, ഇപ്പൊ സ്റ്റാൻഫോർഡിലൊക്കെ പ്രൊഫസേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് അതാ അവർക്ക്. അല്ല പക്ഷെ അവരുടെ ഇവിടെ അത്ര കിട്ടില്ല, കാരണം ഞങ്ങളുടെ ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ റിമോട്ട് സ്ഥലമാണ്. പിന്നെ ആ അധികം അതേപോലത്തെ ഇങ്ങനെ സിലിക്കൺ വാലി ഒക്കെ പോലെ അത്ര ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലമല്ല. ഇങ്ങനെ സ്മോൾ ബിസിനസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഓക്കെ ഇത് ഓക്കെ കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമല്ല, അപ്പൊ അതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഈ ബിസിനസ്സുകൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ മേ ബി അങ്ങനത്തെ ആ, യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അതല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളുടെ കോർ കോമ്പറ്റൻസ് മറ്റേ സിയാറ്റിൽ, ബോസ്റ്റൺ, സാൻ ഫ്രാൻസിസ്കോ ഏരിയയിലാണോ? അതോ ഇപ്പൊ ഫ്ലോറിഡ, അങ്ങനെ ഇപ്പൊ ഏത് ഏരിയയിലെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ. അപ്പൊ ഈ വായനയൊക്കെ തുടങ്ങിയ പിന്നെ ഇപ്പൊ ഈ കോഴ്സിൽ നിന്ന് എന്തൊക്കെ പുതിയ ഡെറിവേറ്റീവ്? കാരണം ഒരു യൂണിവേഴ്സിറ്റി സെറ്റിംഗിൽ 3 കൊല്ലം ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേറ്ററി ജേർണി ആയിരിക്കണം. അപ്പൊ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്നാണ് അതർ ദാൻ ദ ഇന്റലക്ച്വൽ വൺ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അങ്ങനെ ചോദിച്ചാ വായന തുടങ്ങിയോ? അതറിയില്ല. പുതിയ പണ്ട് വായിക്കുമായിരുന്നോ? വായിക്കും. ഇപ്പൊ ഇങ്ങനെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കും. വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ ആസ്പദമായിട്ടുള്ളതാണോ അതായത് ജനറലി ആണോ? രണ്ടും വായിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കാൻ പറ്റാറില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ വായിക്കും. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ PhD ഒക്കെ എടുക്കുമ്പോ കൂടുതൽ PhD ഫുൾ ഫോം തന്നെ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണല്ലോ. അപ്പൊ ഈ ഫിലോസഫി ഓഫ് മെഷീൻ ലേണിംഗോ അല്ലെങ്കിൽ നിങ്ങള് മറ്റേ ഇത് വായിച്ചിട്ടുണ്ടോ? മാസ്റ്റർ അൽഗോരിതം എന്നുള്ളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അല്ല ഞാൻ ചോദിക്കല്ലേ, എന്റെ ഉണ്ട് സാധനം. മുഴുവൻ വായിച്ച. നിങ്ങളുടെ കോളേജിലെ മിക്കവരും വായിക്കുന്നതാണോ? കോളേജിലെ മിക്കവരും വായിക്കുന്നതല്ല. ആണോ? അല്ല ഇപ്പൊ എല്ലാ ബുക്കിന്റെ സ്വീകാര്യത എന്തോരം ഉണ്ട് ഇപ്പൊ? അതിന്റെ വല്ല ഐഡിയ ഉണ്ടോ? അത് കറക്റ്റ് ആയിട്ട് അറിയില്ല. അങ്ങനെ ആരും ഞാനൊരു ബുക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല. പറഞ്ഞു. ഞാനൊരു അങ്ങനെ ബുക്ക് ആരും ആ വായിച്ചു. ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളിട് എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വേണം ആ ബുക്ക് നിങ്ങൾ ഇവിടുന്ന് പോണേക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ബുക്കാണ്. അതെ. അല്ല അപ്പൊ അടുത്ത ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. മെഷീൻ മുമ്പിലാണ് ഇന്ന് അടിച്ചു നോക്കുക. വൈ മെഷീൻസ് ലേൺ, അനിൽ അനന്തസ്വാമി എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്ക്. ഞാൻ വാങ്ങിച്ചത് അത് ഈ മറ്റേ മെഷീൻ ലേണിംഗിന്റെ ഒരു നല്ല സർവേ ബുക്കാട്ടോ. വൈ മെഷീൻസ് ലേൺ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നമുക്ക് വേണമെങ്കിൽ, പാരറ്റഡ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ ഇറ്റ്സ് എ ഗുഡ് ബുക്ക്, വർത്തി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അത് മാസ്റ്റർ അൽഗോരിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, മാസ്റ്റർ അൽഗോരിതം എനിക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാല് ഒരു മെഷീൻ ലേണിംഗ് ഫീൽഡിനെ ഒരു എന്താ പറയുക, ഒരു അംബർല ലെവലിൽ നമുക്ക് കാണാൻ പറ്റും. വേറൊരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പക്ഷെ അത്ര വായിച്ചിട്ടില്ല. അതിന്റെ പേര് മറ്റേ ദ സെൽഫ് അസംബ്ലിംഗ് ബ്രെയിൻ എന്നാണ്. അതിൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. എന്താണ് സെൽഫ് അസംബ്ലിംഗ് ബ്രെയിനോ? ഓക്കെ, പറഞ്ഞു. അത് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ നല്ല ബുക്കാന്ന് തോന്നുന്നു. ഇത് ഈ ബ്രെയിനിന്റെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ആണോ കാണിക്കുന്നത്? ഇപ്പൊ ഇതിലുണ്ടല്ലോ, റോയൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ടോക്ക് ഉണ്ടല്ലോ. അതെ, ഹൗ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഗ്രോ സ്മാർട്ടർ അല്ലേ? അപ്പൊ ശരിക്കും മെഷീൻ ലേണിംഗ് ആയിട്ട് ബന്ധമുണ്ട് അല്ലേ?
ഉണ്ട്. അപ്പൊ മറ്റേ ന്യൂറോബയോളജിയും എഐയും അങ്ങനെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് അങ്ങേര് കുറെ ആൾക്കാരായിട്ട് എന്തോ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ അത് കൊള്ളാലോ. സ്വല്പം ശരത്തെ ഒരു ടോക്കൊക്കെ ഉണ്ടല്ലോ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. നോക്കാതെ ഞാൻ ബുക്ക് പിന്നെ ഏതൊക്കെയാണ് നിങ്ങൾ വെബ്ജാനിൽ കിടന്നുണ്ട്. കണ്ടേക്കണേ? മാസ്റ്റർ അൽഗോരിതം ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ വേറെ ഏതാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അവിടെ ഒരു ഞാൻ 2021 നോക്കിയപ്പോ കണ്ടത്, അതായത് ഈ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് ഒരു ഹാർഡ്വെയർ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗെയിമായി. അപ്പോ ഗുഡ് ഓൾഡ് ഫാഷൻ എയും ഇതും തമ്മിൽ കമ്പൈൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു, ഇപ്പൊ കേരസ് എഴുതിയ ആളുണ്ട്, ഫ്രാൻസ് ആണ് അയാള്, പിന്നെ കുറെ ആൾക്കാരൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഡീപ് ലേണിംഗിന്റെ ബുക്കൊക്കെ എഴുതിയവര്. അതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അവിടെ വല്ല അലവലികളുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഇല്ല. ഇവിടെ ആക്ച്വലി മറ്റേ ഈ കമ്പ്യൂട്ടർ സയൻസ് റിസർച്ച് ഒക്കെ ഇങ്ങനെ കുറച്ച് ലാബുകളൊക്കെ ഉള്ളൂ. ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഹെഡ് കൗണ്ട് ഒക്കെ കുറവാണ്. ആകെ 7,000 സ്റ്റുഡൻസേ ഉള്ളൂ ഇവിടെ. അപ്പൊ അതിൽ തന്നെ ഈ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് PhD ഇങ്ങനെ റിസർച്ച് ഒക്കെ ഉണ്ട്. അധികം ഇവിടെ മറ്റേ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ഇവിടെ കുറച്ചും കൂടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. അതായത് ഓട്ടോമൊബൈലിനൊക്കെ മെയിൻ സ്ഥലമായിരിക്കും അല്ലേ? അതെ അതെ, ഓട്ടോമൊബൈൽ മെക്കാനിക്കലൊക്കെ. അപ്പൊ ഇങ്ങനെ ലാബ് ഉണ്ട്. അപ്പൊ അതേപോലെ ഇങ്ങനെ അത്ര വലിയ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഇല്ല, എന്നാലും ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ റോബോട്ടിക്സിന്റെ ഒക്കെ സ്ഥലമായിരുന്നോ നിങ്ങളുടെ? എന്നിട്ട് ഇങ്ങോട്ട് മാറിയതാണോ? മെക്കാട്രോണിക്സും അതൊക്കെയാണോ നിങ്ങളുടെ? അതെ അതെ. അല്ല, മിച്ചിഗൻ ആണെങ്കിൽ ഓട്ടോഡെസ്കിന് അവർക്ക് ഓഫീസൊക്കെ ഉണ്ടല്ലേ, മറ്റേ ഈ കാഡ് കമ്പനികളെ. ഇവിടെ ഓട്ടോമോട്ടീവ് ആണ് ഏറ്റവും ഇങ്ങനെ മെയിൻ പരിപാടി. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കമ്മ്യൂണിറ്റിയോ അങ്ങനത്തെ ഭയങ്കര ഡിസ്കഷൻസ് ഒക്കെ അതൊക്കെ ഇങ്ങനെ കുറവാണ്. ഞാൻ ചെറിയ സർക്കിളാണ്. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഇപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വന്നു. ഓക്കെ, ChatGPT കുറെ ട്രിക്സ് കണ്ടുപിടിച്ചു. ഇപ്പൊ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് മറ്റു കാര്യങ്ങൾക്ക്, ഓഡിയോക്കും മറ്റേ വീഡിയോക്ക് ഉപയോഗിച്ചു തുടങ്ങി. ഇനി മറ്റേ നെറ്റ്വർക്ക്സ് ഒക്കെ അല്ലേ, GAN ഒക്കെ, ജനറൽ അഡ്വൈസറി നെറ്റ്വർക്ക്, ഡീപ് ഫേക്ക് ഒക്കെ ഉണ്ടാക്കിയ, അതൊക്കെ ഇപ്പോഴും റിസർച്ച് ഉണ്ടോ അതില്? അതില് മറ്റേ GANില് അധികം മറ്റേ ഇതില്ല. VAE വന്നല്ലോ, മറ്റേ വേരിയബിൾ ഓട്ടോ എൻകോഡർ. അപ്പൊ അതിലേക്ക് പിന്നെ അതിന്റെ ഇങ്ങനെ കുറെ വേരിയേഷൻസ് അതൊക്കെ വന്നു തോന്നുന്നു. അപ്പൊ അതിലായിരിക്കും അധികം റിസർച്ച് എന്നാണ് തോന്നുന്നത്. GAN ഇപ്പൊ അത്ര പോപ്പുലർ അല്ല എന്നാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പോപ്പുലർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം കഴിഞ്ഞു അല്ലെ, അത് ചെയ്യാൻ പറ്റും, അത് അധികമല്ല. പക്ഷെ അതിന്റെ ഒരു മോഡിഫിക്കേഷൻ വരുത്തി അതിന്റെ ഇങ്ങനെ വേറെ ബെറ്റർ വേർഷൻസ് ആണ് ഇപ്പൊ ഇങ്ങനെ പുതിയ നെറ്റ്വർക്ക്സ്. അതായത് ട്വീക്സ് അല്ലെ, അതായത് മറ്റേ ഗെയിമിന്റെ ഒക്കെ മോഡ് എന്ന് പറഞ്ഞ മാതിരി കോർ നെറ്റ്വർക്കിന്റെ മോഡ്സ് അല്ലെ? അതെ. അപ്പൊ നമുക്ക് ലാലുണ്ടോ അവിടെ? ഞാനുണ്ട്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ്. ഞാൻ ഒരു 2 കാര്യം കൂടി ചോദിച്ചോട്ടെ. പുള്ളിക്ക് എനിക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഞാൻ ജസ്റ്റ് ഭയങ്കര ബേസിക് നോളജേ ഉള്ളൂ കേട്ടോ. ഈ നിങ്ങ ഒരു മോഡൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലെയേഴ്സ് എങ്ങനെയാണ് തീരുമാനിക്കണത്? എത്ര ലെയർ വേണം, എത്ര നോഡ് വേണം? അതായത് എണ്ണം കൂടുതലാണെങ്കിൽ നഷ്ടവും, എണ്ണം കുറവാണെങ്കിൽ ആക്യുറസി കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാ അതിലോട്ട് എത്താം? ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് അധികം കോംപ്ലക്സ് അല്ലാത്ത വെച്ച് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ മറ്റേ റിസൾട്ട്സ് വെച്ചിട്ടാണ് ഇത് ട്യൂക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ റിസൾട്ട്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താണ് ഈ മെയിനായിട്ട് ഈ ട്രെയിനിങ്ങിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമൈസേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ അത് ആക്ച്വലി ലോസ് ആയിരിക്കും മിക്കവാറും. അപ്പൊ ലോസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അതിനു വേണ്ടിയാണ് മറ്റേ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പൊ ലോസിന്റെ ഗ്രാഫ് എടുക്കും. പിന്നെ എന്താണ് ഇങ്ങനെ കമ്പയർ ചെയ്യും റിസൾട്ട്സ്, എന്താണ് ട്രെയിനിങ് സെറ്റ്
വാലിഡേഷൻ, ടെസ്റ്റ്, അങ്ങനെ പല സ്പ്ലിറ്റ് ആയിട്ടാണ് ഡാറ്റ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമ്പയർ ചെയ്യും. അപ്പോൾ അറിയാൻ പറ്റും ഡേറ്റ ഓവർ ഫിറ്റിംഗ് ആണോ അണ്ടർ ഫിറ്റിംഗ് ആണോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഉം. ഇപ്പോൾ ഓവർ ഫിറ്റിംഗ് ആണെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ജനറലൈസ് ആവുന്നില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സിംപിളർ മോഡലൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ. അല്ല ഇപ്പൊ ഇങ്ങനെ അണ്ടർ ഫിറ്റിംഗ് ആണ് ഈ ലോസ് പിന്നെ അങ്ങനെ കുറയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലേയേഴ്സ് ഒക്കെ കൂട്ടിയിട്ട് കുറച്ചും കൂടെ അങ്ങനത്തെ മോഡലാക്കി നോക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ അത് ഈ റിസൾട്ട്സ് ഒക്കെ വെച്ചിട്ട് ഏകദേശം അറിയാൻ പറ്റും എങ്ങനെയാണ് മോഡൽ ലേൺ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ ഫീച്ചേഴ്സ് വേണോ അതോ ഇങ്ങനെ കേപ്പബിൾ അല്ല ഇത് ലേൺ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെറിയ ഐഡിയ ഒക്കെ കിട്ടും. അപ്പൊ അത് വെച്ച് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ ഇല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു. പറഞ്ഞോ. ഇല്ല ഈ മറ്റേ കോസ്റ്റ് പറയുമ്പോഴാണ്, അതായത് ഈ മൈക്രോസോഫ്റ്റിന്റെ കിനെറ്റില് ആ സിംഗിൾ മെഷീനിൽ ഓടണമായിരുന്നല്ലോ. അപ്പൊ അവര് മറ്റേ ഡിസിഷൻ ട്രീ എന്താണ് മറ്റേ പോസ്റ്റർ റെക്കഗ്നേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്തത്. ഉം, ഉം, ഉം. അങ്ങനത്തെ ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ, ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഇല്ലെങ്കിലുള്ള കേസാണ് ഹരി പറയണേ അല്ലേ. ഈ അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരെണ്ണുള്ളതേ, ഈ എക്സ്പ്ലൈനബിൾ എന്നുള്ള സെറ്റപ്പ് നിങ്ങളുടെ കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അതായത് ഒരു മെഡിക്കൽ ഡിസിഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ എടുത്തതെന്നുള്ളൊരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരില്ലേ? അത് എങ്ങനെ അതെ അപ്രോച്ച് നിങ്ങളുടെ? അതെ. അപ്പൊ ഞങ്ങളുടെ മെഡിക്കലില് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മള് മറ്റേതില് റിസൾട്ട്സ് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇങ്ങനത്തെ പ്രോബ്ലംസിലൊക്കെ മെഡിക്കൽ അല്ലാത്ത. അപ്പൊ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമെങ്കിൽ പിന്നെ അധികം ഇങ്ങനെ പ്രശ്നം വരില്ല. ഇത് വർക്ക് ചെയ്താലും റീസൺ ചെയ്യേണ്ടത് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അപ്പൊ ഞങ്ങളുടെ പ്രോബ്ലം മെയിൻ ആയിട്ട് ഇത് ഞങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റേഡിയോളജി ആണ്. അപ്പൊ മറ്റേ എക്സ്റേസിലൊക്കെ ഈ ഡീപ്പ് ലേണിംഗ് ആൽഗറിതംസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ അവർക്ക് കുറച്ച് ഇങ്ങനെ ക്യൂസ് ഉണ്ടാവും ഈ ഇമേജസിൽ നിന്ന് ഇങ്ങനെ കണ്ടീഷൻസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഈ അനാറ്റോമിക്കലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അവർ നോക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഏകദേശം ഐഡിയ ഉണ്ടാവും ഏത് രീതിയിലാണ് മറ്റേ ഫീച്ചേഴ്സ് എന്താണ് മോഡൽ ഡിറ്റക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അതിങ്ങനെ സിങ്ക് ആവണം. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതായാലുള്ളൂ മറ്റേ ഒന്നാമത് അവർക്ക് യൂസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വരുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ കുറച്ചും കൂടെ എന്താണ് റീസൺ ചെയ്യാൻ പറ്റുള്ളൂ എന്താ മോഡൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. അതല്ലാത്ത പ്രോബ്ലംസും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ വേറെ എന്താണ് ഏരിയാസ് ഒക്കെ ഉണ്ട്. മറ്റേ ഈ ഡിസീസ് പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അൽഷിമേഴ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ലോങ് പീരീഡിലേക്കായിരിക്കും 10-20 years ഒക്കെ. അതില് പിന്നെ കുറെ വേരിയബിൾസും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസസിൽ ചിലപ്പോൾ നമുക്ക് അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് അതിന്റെ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോ അതിലെ ഡേറ്റയൊക്കെ വെച്ച് ക്ലസ്റ്റർ ചെയ്തിട്ട് നമുക്കറിയാത്ത ഇൻഫർമേഷൻ എന്താണ് ഇതിൽ നിന്ന് എടുത്തിട്ട് അപ്പൊ ഇത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് കറക്റ്റ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ പ്രോസസ്സും ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് അറിയാം എന്താണ് ഇപ്പൊ ഒരു ഫ്രാക്ചർ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് ഇമേജിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കറക്റ്റ് മോഡൽ ചെയ്തിട്ട് എക്സ്പ്ലെയിനബിൾ ഏരിയയിൽ ആ ഫ്രാക്ചറിന്റെ ഏരിയയിൽ മോഡൽ ഫോക്കസ് ചെയ്തിട്ട് റിസൾട്ട് പറയണം. അല്ലാത്തതാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാത്ത ഇതാണെങ്കിൽ ഇങ്ങനെ ക്ലസ്റ്ററിംഗ് ഒക്കെ വെച്ചിട്ട് പാറ്റേൺസ് ഒക്കെ കണ്ടുപിടിച്ച് എന്താണ് കാറ്റഗറൈസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് കറക്റ്റ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യുക. അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലെങ്കിൽ അത് ഹരി ഒരു മിനിറ്റ് സോറി ഞാൻ സോറി ഫോർ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തണം അല്ലേ നമ്മളെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതെ ഓക്കെ പറഞ്ഞു. അപ്പൊ ഇതില് കുറച്ച് ഇൻട്രസ്റ്റിംഗ് യൂസ് കേസസ് ഒക്കെ ഉണ്ട് ഇതേപോലത്തെ മെഡിക്കൽ. അപ്പൊ അത് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് പറയാം. അപ്പൊ ഈ എന്താണ് ഈ ഡിസീസ് ക്ലാസിഫിക്കേഷൻ ഈ ഡിസീസ് പ്രോഗ്രഷന്റെ പരിപാടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്ന. അപ്പൊ ഈ അൽഷിമേഴ്സിനൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനൊന്നും എന്താണ് കറക്റ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഈ അടുത്ത് എന്തോ പേപ്പറിൽ അതൊക്കെ
എന്താണ് പറ്റിയെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഉം. കുറച്ചും കൂടെ അതൊന്ന് റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് പറയാം. അത് പറഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം വെച്ചാൽ ഒരു എന്താ പറയാ, അടുത്തൊരു 30 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം പ്രഡിക്റ്റ് ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എത്ര ആ ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളതും, പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാര്യങ്ങൾ എല്ലാം ആ അതെ. അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ആ നല്ലതായിരിക്കും. പിന്നെ ഇതില് ഈ മെഡിക്കലിലെ മെയിൻ ഡിഫിക്കൽട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ ഈ ഡിസീസ് പ്രോഗ്രഷൻ അങ്ങനത്തെയൊക്കെ അത് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റൽസ് എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറെ ടൈം ഫ്രെയിമിലെ ഡാറ്റയാണ് കിട്ടുള്ളൂ. അപ്പൊ ഈ ചില പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ഈ ചില മോഡൽസ് ഒക്കെ വെച്ചിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ പ്രോഗ്രഷൻ മോഡൽ ചെയ്യുന്നത്. അപ്പൊ ബാക്കി ആ കിട്ടാത്ത ഡാറ്റനെ ഫില്ല് ചെയ്യുക, എന്നിട്ട് നോക്കുക എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ, വേറെ ആൾക്കാർ ആയിട്ട് മാച്ച് ചെയ്യുക, അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഇങ്ങനെ കൺവെൻഷനൽ നമ്മുടെ മറ്റേ ലോജിക് ഇതൊന്നും വെച്ച് അങ്ങനെ മോഡൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ അല്ല ഹരി, അത് ഒരു കാര്യം, സോറി ഫോർ ആ ദ ഇന്ററപ്ഷൻ, സോറി. അതായത് ഞാൻ ബാക്ക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ വരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ ഈ ഇപ്പൊ കണ്ടിന്യൂസ് പീരീഡിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡാറ്റയാണല്ലോ കിട്ടുന്നത്, സ്നാപ്ഷോട്ട് അതെ. മാതിരി. അപ്പൊ ഇന്റർപോളേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടെസ്റ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ? അതായത് ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്തു, ഇപ്പൊ ഈ ഇമേജ് സെറ്റ് വർക്ക് ചെയ്തു, അതിന്റെ പാസ്റ്റിലുള്ള പല സമയത്ത് എടുത്തേക്കണം. ഇപ്പൊ ഈ ലാല് പറഞ്ഞ മാതിരി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ അഫക്റ്റ് ചെയ്യുമല്ലോ നിങ്ങളുടെ ഡാറ്റ ഇമേജസിനെയൊക്കെ, മനസ്സിലായില്ലേ? അതെ. ഈവൻ ടെക്നോളജിയുടെ വേരിയേഷൻ വരുന്നുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ? അതൊരു ആ ബാക്ക് ഉണ്ട് ടെസ്റ്റിംഗ് ഉണ്ട്. എന്നൊരു സാധനം ഉണ്ടോ ശരിക്കും? ഉണ്ട് ഉണ്ട്. ഉം. ഞങ്ങള് ആക്ച്വലി നമ്മള് മറ്റേ ഇതേപോലത്തെ ഈ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നോണ്ട് അവർക്ക് ഇതൊക്കെ കുറച്ച് ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിസൾട്ട് മാത്രമല്ല, ഇതേപോലെ ഇങ്ങനെ ബാക്ക് ടെസ്റ്റിങ്, ഇതേപോലത്തെ വേറെ കേസസ് ടെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ പരിപാടികളൊക്കെ. അവര് ഇത് ഒരു ഓഗ്മെന്റേഷൻ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഈ അപ്പൊ അവരുടെ പ്രോട്ടോകോളിനകത്ത് ഫിറ്റ് ചെയ്യാണ്. അതെ. പ്രോട്ടോകോൾ ഇവിടെ കൺസൾട്ടിംഗ് മറ്റേ പ്രോട്ടോകോൾ അല്ലേ? ആ ഞങ്ങളുടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോളജിസ്റ്റ് ഒക്കെ ഭയങ്കര കുറവാണ് ഈ US-ലൊക്കെ. എന്താണ് ഷോർട്ടേജ് ഉണ്ട്, എന്തോ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നടക്കുള്ളൂ. അപ്പൊ ലാലെ നമുക്ക് മറ്റേ റെക്കോർഡിങ് ഇത് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം.